വളരെ വൈകിയാണ് ഈ യോഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ആലപ്പുഴയിൽ രാവിലെ ഒരു പ്രോഗ്രാം, നേരത്തെ ഏറ്റ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചത്. അതുകൊണ്ട് നേരത്തെയുടെ അമൽ ഉന്നയിച്ച കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ ആത്മാമിത്രമായിട്ടുള്ള ഹരി, വേദിയിലിരിക്കുന്ന അമൽ, വളരെ ആദരപൂർവ്വം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ചെറായി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കൾ, 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായവർക്ക് 10% വരെ സംവരണം കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. നിയമവും നിലവിൽ വന്നു. പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു. ഈ നിയമം ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ നിയമത്തിനെതിരായ വാദഗതികളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആ നിയമത്തിനെതിരെ ഉയർന്നു വന്ന വാദഗതികൾ മുഖ്യമായും അത് ദലിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നാണ്, അവരുടെ സംഘടനകളിൽ നിന്നാണ് അതിനെതിരായ എതിർപ്പും മറുവാദങ്ങളും അതിൻ്റെ ഭരണഘടനാ വിരുദ്ധതയുമൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങൾ അതേ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ടെങ്കിലും ഏറ്റവും അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ 85% വരുന്ന ഇന്ത്യയിലെ ജനസമുദായങ്ങളുടെ പ്രതിനിധികൾ പല രൂപത്തിൽ ഈ നിയമത്തിനെതിരെ, നിയമനിർമ്മാണത്തിനെതിരെ, ഈ നീക്കത്തിനെതിരെ അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരൊറ്റ രാഷ്ട്രീയ കക്ഷി പോലും ആ അഭിപ്രായത്തെ മാനിച്ചില്ല എന്ന് മാത്രമല്ല, ആ അഭിപ്രായത്തിനെതിരെ, അതായത് 103-ാം ഭേദഗതിയിലൂടെ നിലവിൽ വരാവുന്ന നിയമത്തിലെ ഇന്ത്യയിലെ സംവരണീയ സമൂഹങ്ങൾക്കുണ്ടാകാവുന്ന അപകടത്തെ സംബന്ധിച്ച് ആ സമൂഹം മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളെ മാനിക്കുവാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ ഭരണപക്ഷ രംഗത്തുള്ളവരിൽ ഒരുപക്ഷെ അതിനെതിരെ വോട്ട് ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും OICയും മാത്രമാണ്. ബാക്കി ആരും തന്നെ ആ അഭിപ്രായത്തെ മാനിച്ചില്ല എന്ന് മാത്രമല്ല, ഈ 85% താല്പര്യങ്ങൾക്കെതിരെ നീങ്ങുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുന്ന നടപടിക്രമത്തിനാണ് പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചത് നമ്മളറിയണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നൊരു ഈ സംവരണത്തിൻ്റെ ശതമാനമോ കണക്കുകളോ അല്ല, മറിച്ച് സംവരണമെന്ന തത്വം തന്നെ നമ്മളുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന ഒരു വളരെ ഗൗരവമായൊരു കാര്യം, അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ജനസമുദായം എന്ന നിലയിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്കും നീതിബോധമുള്ള മനുഷ്യർക്കും ഉണ്ടാവേണ്ടത്. ഈ പറയുന്ന സംവരണമെന്ന തത്വം ചരിത്രത്തിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ അത് സ്വയം ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നതാണ്. ഇന്ത്യ മഹാരാജ്യം രൂപം കൊണ്ടതിനെ സംബന്ധിച്ചിട്ട് ഈ സംവരണത്തെക്കുറിച്ച് ഇപ്പോൾ ഈ PKS ഞാനത് മുഴുവൻ വായിച്ചില്ല, കുറച്ച് ഭാഗങ്ങളെ വായിച്ചുള്ളൂ. ഇത് വെറുതെ പറയുന്ന ചില കാര്യങ്ങളാണ്. യാതൊരുവിധ ചരിത്ര ബോധ്യവുമില്ലാതെ ഒരു പാർലമെൻറ്റ് മെമ്പർ എഴുതിയൊരു രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സംവരണമെന്ന തത്വം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യമോ ഒരു സപ്പോർട്ടോ കൊടുക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടൊരു സംഗതിയല്ല ചരിത്രത്തിൽ. ഇന്ത്യ മഹാരാജ്യം രൂപം കൊള്ളുന്ന ഒരു ഘട്ടത്തിൽ നിരവധി ധാരകളുടെ പരിശ്രമ ഫലമായാണ് നമുക്കൊരു റിപ്പബ്ലിക് ഉണ്ടായി വരുന്നത്. നിരവധി ധാര, നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് ഉണ്ടാവുന്നു, കോൺഗ്രസ്സിന് ഏറ്റവും ജനപ്രിയനായൊരു നേതാവ് ഗാന്ധി ഉണ്ടാവുന്നു, സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ ജനരോഷം ഉണ്ടാകുന്നു, ഒരു സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുന്നു എന്ന പാഠപുസ്തകത്തിലെ ഏകപക്ഷീയമായ കഥയല്ല, മറിച്ച് നിരവധി ശക്തികൾ പങ്കെടുത്ത, നിരവധി സാമൂഹ്യ ശക്തികൾ ഇടപെട്ട ഒരു ചരിത്ര പ്രക്രിയയായിരുന്നു
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പൊതുവിൽ വിളിക്കാവുന്ന ആ പ്രക്ഷോഭ മണ്ഡലമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യത്യസ്ത ധാരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാരയിൽ നമ്മളിപ്പോൾ സാധാരണ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ധാര വളരെ പ്രധാനപ്പെട്ടതാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അതോടൊപ്പമോ അതിനേക്കാൾ കൂടുതലോ പ്രാധാന്യമുള്ള സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളുടെ വലിയൊരു ചരിത്രം ഇന്ത്യക്കുണ്ട് എന്ന് നമ്മൾ കാണാം. സാമൂഹിക നീതിക്ക് വേണ്ടി, ആഭ്യന്തര നീതിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ സമൂഹം അനീതിയിലധിഷ്ഠിതമാണെന്നും അതുകൊണ്ട് ആ അനീതിയെ ഇല്ലാതാക്കുകയും നമുക്കിടയിൽ സാഹോദര്യം വളർത്തുകയും ചെയ്യുന്ന പുതിയൊരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് ഇന്ത്യയെ പഠിപ്പിച്ച മാനവികതയെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തെ പഠിപ്പിച്ചെടുത്ത വലിയൊരു ചരിത്രധാര എന്ന് പറയുന്നത് സാമൂഹിക നീതിക്ക് വേണ്ടി നിലകൊണ്ടൊരു ധാരയാണ്. നമ്മുടെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും സഹോദരയ്യപ്പനെക്കുറിച്ചും അയ്യൻകാളിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാമൂഹിക നീതിക്ക്, നീതിപൂർവകമായൊരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ മഹാപ്രക്ഷോഭങ്ങളുടെ ഒരു ചരിത്രമാണ് നമ്മൾ അയ്യൻകാളിയിലോ ശ്രീനാരായണ ഗുരുവിലോ സഹോദരയ്യപ്പനിലോ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും മുക്കിലും മൂലയിലും എന്ന് തന്നെ പറയാവുന്ന വിധം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ദളിതർ മാത്രമല്ല, ആദിവാസികൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ഈ ശ്രേണീകൃത അസമത്വത്തിനകത്ത് ജീവിക്കേണ്ടി വന്ന വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾ നീതിക്ക് വേണ്ടി നടത്തിയ മഹാപ്രക്ഷോഭങ്ങളിൽ കൂടിയാണ് ഇന്ത്യൻ ദേശരാഷ്ട്രം രൂപം കൊണ്ടത് നമ്മളറിയും. ആ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭണങ്ങളാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് പറയുന്നൊരു തത്വത്തെ ഇന്ത്യൻ ചരിത്രത്തിൽ സാധ്യമാക്കിയത് നമ്മളറിയണം. ഈ തൊഴിലാളി വർഗത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, പാവപ്പെട്ടവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ സംവരണവുമായി ബന്ധപ്പെട്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ സംവരണം എന്ന തത്വം പാലിക്കപ്പെടണം, എല്ലാ വിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടവരാരാണ്? ഇതൊക്കെ എഴുതുന്നവരും ഉത്തരം പറയേണ്ടി വരും. ഇതൊക്കെ എഴുതി കൂട്ടുന്നവർ ആരാണ്? എല്ലാവർക്കും പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ്റാണ് നമുക്കുണ്ടാകേണ്ടത്, അതിന് നിയമപരമായ വ്യവസ്ഥ ചെയ്യണമെന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആവശ്യപ്പെട്ട സാമൂഹിക ശക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ തൊഴിലാളി വർഗമല്ല, ഇന്ത്യയിലെ പാവപ്പെട്ടവരുമല്ല, മറിച്ച് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ശ്രേണീകൃത അസമത്വ വ്യവസ്ഥയിൽ തള്ളിമാറ്റപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ അശുദ്ധരെന്ന് പ്രഖ്യാപിച്ച് സമൂഹം ബഹിഷ്കരിക്കുകയോ ചെയ്തവരാണ് ചരിത്രത്തിൽ ആ ആവശ്യം ഉന്നയിച്ചത് എന്ന കാര്യം, ചരിത്രപരമായ വസ്തുത സംവരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിലെ ബഹിഷ്കൃത സമൂഹമാണ് സംവരണത്തിൻ്റെ തത്വത്തെ ചരിത്രത്തിൽ നിർമ്മിച്ചെടുത്തത് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരമൊരു തത്വം അവർ മുന്നോട്ട് വയ്ക്കുവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രേണീകൃത അസമത്വമുള്ള ഇന്ത്യൻ സമൂഹത്തിനകത്ത് നീതി സാധ്യമാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ദളിതരും ഇന്ത്യയിലെ പിന്നോക്കക്കാരുമൊക്കെ ചരിത്രത്തിൽ ഈ ഒരു പ്രശ്നത്തെ നേരിട്ടിട്ടുണ്ട്. ഈ ശ്രേണീകൃത അസമത്വത്തിനകത്ത് ജീവിക്കുന്ന നമുക്ക് നീതിയുള്ളൊരു സമൂഹമായി മാറുവാൻ എന്താണ് വഴി? ആ വഴിക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആദ്യമേ തന്നെ ഉന്നയിക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാകണമെന്ന്. 1914 ലക്നോ പാക്റ്റ് എന്ന് പറയുന്നൊരു പാക്റ്റുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണത്. ആ ഉടമ്പടി പ്രകാരം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഉണ്ടാവണം. 1919 ഡോക്ടർ BR അംബേദ്കർ സൗത്ത് ബോറോ കമ്മിറ്റിക്ക് കൊടുക്കുന്നൊരു നിവേദനമുണ്ട്. ആ നിവേദനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ജനാധിപത്യത്തിൻ്റെ 50% ആകുന്നുള്ളൂ. വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റ്, വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ പ്രാതിനിധ്യം
ജനാധിപത്യത്തിൽ 50% ആകുന്നുള്ളൂ. മറിച്ച് വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതെന്ന് 1919 ഡോക്ടർ BR അംബേദ്കർ എഴുതിക്കൊടുത്ത സൗത്ത് ബെവ്റോ കമ്മിറ്റിക്ക് മുന്നിൽ എഴുതിക്കൊടുത്ത നിവേദനത്തിൽ വടിവരയിട്ട് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായൊരു സമൂഹമായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെയും ഐത്തജാതി സമൂഹങ്ങളുടെയും മുസ്ലിം ജനസമുദായത്തിൻ്റെയൊക്കെ ദത്തുപുത്രന്മാർ പോരാന്നായി പറയുന്നത്. അവർക്കവരെ പ്രതിനിധാനം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ത്യയിലെ ദളിതർക്ക് വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്തോളാമെന്ന് പറയുന്ന പഴയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വാദമാണ് റദ്ദ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആരും ത്യാഗം ചെയ്യേണ്ട, ഞങ്ങളും ത്യാഗം ചെയ്യാൻ തയ്യാറാണെന്നായി പറയുന്നത്. ഇതാണ് മുസ്ലിങ്ങളും പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടത്, ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ബാക്കിയുള്ള മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ സ്ഥിരം പാർലമെൻറ്റിൽ പൊക്കോളാമെന്ന് പറയുന്ന ഈ സവർണ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയാണ് സംവരണം അട്ടിമറിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത് സ്ഥിരം പാർലമെൻറ്റിലാണ്. 19 വയസ്സ് വരെ അവർ പാർലമെൻറ്റിൽ നിന്ന് മാറുന്നില്ല. ചോദിച്ചാൽ പറയും നമുക്ക് വേണ്ടിയാണെന്ന് പറയും. ഇതെന്തൊരു വിചിത്ര ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെയാണ് സംവരണം അട്ടിമറിക്കുന്നത്. അതെ, നിങ്ങൾ മാത്രം പോകണ്ട, ഞങ്ങളും കൂടി വരാമെന്ന്. പണ്ട് ഞാൻ ഒരു പ്രസംഗ മധ്യേ പറഞ്ഞൊരു കാര്യം ചെറിയൊരു വിവാദമായിരുന്നു. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഈ ദലിതർക്കിടയിൽ നിന്നും ഉയർന്നു വന്ന, വടക്കേ ഇന്ത്യയിൽ ഉയർന്നു വന്ന നേതാക്കൾ മിക്കവാറും പേരെല്ലാം അഴിമതിക്ക് പിടിക്കപ്പെടുന്നുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ പിടിക്കപ്പെടും അവരൊക്കെ. എന്നാൽ ദീർഘകാലമായി ദേശീയ നേതാക്കളായിരിക്കുന്ന പലരും അങ്ങനെ പിടിക്കപ്പെടുന്നില്ല. ഇതേ നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവരെല്ലാം സംശുദ്ധരായ രാഷ്ട്രീയക്കാരാണെന്നാണ്. അവരൊരു അഴിമതി കാണിക്കാത്തത് കൊണ്ടാണ് അവരെ പിടിക്കാത്തതെന്നാണ്. ഈ ദലിതരാരെങ്കിലും നേതാവായ അന്നേരം അഴിമതി കാണിക്കുക, അവനെ പിടിക്കുകയും ചെയ്യും. നല്ല അതിൻ്റെ കാര്യം. അഴിമതി കാണിച്ചാൽ അഴിമതിയിലൂടെ കിട്ടുന്ന പൈസയെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ദളിതൻ്റെ കയ്യിലില്ല. ഒരു 100 കോടി രൂപ കിട്ടിയ ഒരു മുഖ്യമന്ത്രി, ആദിവാസിയായ മുഖ്യമന്ത്രി, ആ പൈസ നേരെ കൊണ്ടുവന്ന് കോഓപ്പറേറ്റീവ് ബാങ്കിലായിട്ടെ. നിങ്ങൾ ഓർക്കണം, അയാൾക്കടുത്ത് വേറെ മാർഗ്ഗമില്ല. അയാളുടെ അടുത്തൊരു അന്താരാഷ്ട്ര വ്യവസായി ഇല്ല ഈ 100 കോടി നിൻ്റെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ. അയാൾക്കിടയിൽ സ്വിസ് ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുറക്കാൻ അയാൾക്ക് അതിനുള്ള ബന്ധങ്ങളില്ല. പിന്നെ എന്ത് ചെയ്യും? കോഓപ്പറേറ്റീവ് ബാങ്ക് കൊണ്ടിടും, പിറ്റേ ദിവസം പിടിക്കും, ഇയാളകത്ത് പോവും. അതാണ് എൻ്റെ കാര്യം. നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനത്തുള്ളൊരു നേതാവിനെ പിടിച്ചപ്പം പൂജാമുറിയുടെ ഫോട്ടോയുടെ പുറകിൽ കോടിക്കണക്കിന് രൂപ കെട്ടിക്കെട്ടി വെച്ചേക്കുക. ആദിവാസിയാണ്. ഇയാൾ എന്ത് ചെയ്യുന്ന ഈ പൈസ? ഞാൻ പറയുന്നത്, ചിദംബരത്തെ പോലൊരാളിന് അഴിമതി കാണിക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5000 കോടി രൂപ ഇന്ന് രാത്രി വന്നാൽ ഇന്ന് രാത്രി തന്നെ ലിക്വിഡേറ്റ് ചെയ്യുവാനുള്ള സാമ്പത്തിക സംവിധാന വൈദഗ്ധ്യമുള്ള ഒരാളാണ് പട്ടരായിട്ടുള്ള കക്ഷിയെ നിങ്ങൾ മനസ്സിലാക്കണം. അയാളുകൊണ്ട് ഒരിക്കലും പുള്ളിയെ പിടിക്കാൻ പറ്റത്തില്ല, പിടിച്ചാൽ കിട്ടത്തില്ല. ഇവരെ പിടിക്കാം. നമ്മൾ ഇന്ത്യയുടെ ഒരു മനസ്സ്, ഇന്ത്യയുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അത്രമേൽ മോശമാണെന്ന് നമ്മൾ കാണണം. ഇത് ഞാൻ പറയുമ്പോൾ ആൾക്കാരൊക്കെ അന്ന് പറഞ്ഞെന്നാന്ന് വെച്ചാൽ, സണ്ണി അഴിമതിക്ക് കൂട്ടി നിൽക്കുവാണെന്ന്. ഞാൻ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന കാര്യമല്ല, ഒരു അഴിമതിയെപ്പോലും ജാതി എങ്ങനെയാണ് പൊതിഞ്ഞു വെക്കുന്നത് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അഴിമതിയെപ്പോലും ജാതി പൊതിഞ്ഞു നിൽക്കും. അപ്പോൾ ഇയാളെ കോപ്പറേറ്റീവ് ബാങ്ക് കൊണ്ട് പൈസ ഇട്ടു, അയാളെ പിടിച്ചു, അയാൾ അകത്തായി, അഴിയെണ്ണി അകത്ത് പോയി. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, സംവരണമെന്ന് പറയുന്ന തത്വം ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപപ്പെട്ടത് യാദൃച്ഛികമായൊരു സംഭവമായിട്ടല്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ ഔദാര്യബോധത്തിലുമല്ല അതുണ്ടായി വന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ നടത്തിയ സായുധ വിപ്ലവത്തിലൂടെയുമല്ല അത് ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ടത്. മറിച്ച് നീതി വേണമെന്നാഗ്രഹിച്ച മനുഷ്യർ, സമുദായങ്ങൾ, വിഭാഗങ്ങളാണ് ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള ഗവൺമെൻറ് വേണമെന്നുള്ള വാദം ഉന്നയിക്കുക. അവർ വേറെ വഴിയില്ല നമ്മുടെ മുന്നിൽ.
ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്നൊരു സമൂഹത്തിനകത്ത് എങ്ങനെ നീതി നടപ്പിലാക്കാമെന്നുള്ള ചോദ്യത്തിൻ്റെ ഇന്ത്യ കണ്ടുപിടിച്ച വലിയ ഉത്തരങ്ങളിലൊന്നാണ് ഈ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. ഇന്ത്യ കണ്ടുപിടിച്ച വലിയൊരു ഉത്തരമാണ്. അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ എല്ലാ സ്പേസിലും ഈ മൾട്ടിപ്പിളായിട്ടുള്ള വ്യത്യസ്തതകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പിന്നെ എന്ത് മാർഗം? നമ്മുടെ സോഷ്യൽ സ്പേസ് എല്ലാ വിഭാഗങ്ങളും വന്നിരിക്കുമ്പോഴാണല്ലോ അത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമായി മാറുന്നത്. ഇന്ത്യയിലെ ക്ലാസ് മുറികൾ, ഉദ്യോഗസ്ഥ മേഖലകൾ, മന്ത്രിസഭകൾ, പാർലമെൻറ്റ്, നിയമസഭകൾ, പഞ്ചായത്ത്, ഈ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതാത് പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു റെപ്രസെൻറ്റേഷൻ വരുമ്പോഴാണ് അത് നീതിയുള്ളൊരിടമായി മാറുന്നത്. ഈ സിദ്ധാന്തമൊന്നും പഠിക്കണ്ട. പട്ടികജാതിക്കാരുടെ ഒരു ദളിതൻ്റെ സാന്നിധ്യം ഒരു കമ്മിറ്റിക്കകത്ത് ഉണ്ടെങ്കിൽ ദളിതരെ ചീത്ത വിളിക്കുന്നത് നിൽക്കും. അവൻ നോക്കിയിരുത്തിക്കൊണ്ട് ചീത്ത വിളിക്കാൻ പറ്റിയല്ലോ, പ്രശ്നമാണ്. അപ്പോൾ ഈ പറയുന്നവൻ്റെ ഭാഷ പരിഷ്കരിക്കപ്പെടും. അവനറിയാതെ അവൻ സ്വയം നന്നാവും. സ്ത്രീകളിരിക്കുന്നൊരു വേദിയിൽ സ്ത്രീവിരുദ്ധമായി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് പുരുഷൻ്റെ ഒരു കരുതലായി മാറും. വർത്തമാനം പറയുമ്പോൾ സൂക്ഷിച്ചേ പറയത്തുള്ളൂ. എന്ന് പറയാൻ നമ്മളുടെ ഭാഷയെയും സെൻസിബിലിറ്റിയൊക്കെ മാറ്റിമറിക്കുന്നതാണ് ഈ സാന്നിധ്യം, ഈ ദളിതരുടെ സാന്നിധ്യം എന്നുള്ളത്. അത് ചെറിയൊരു കാര്യമല്ല. അതല്ല നമ്മൾ വിചാരിക്കുന്നില്ല അവനും കൂടി അവിടെ വന്ന് ഇരുന്നോട്ടെ എന്നല്ല. അത് നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള കാര്യമാണ്, അവിടെ മുഴുവൻ കറുത്തവരാണ് നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ടാവും. പക്ഷെ വെളുത്തവരാണ് നിങ്ങൾക്കൊരു പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് പ്രശ്നമായി തന്നെ. വെളുത്തവർ അതിനർഹരാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അബോധം എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കറുത്തവർ അത്രയും അർഹരാണോ എന്നൊരു ചോദ്യം നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കറുത്തവരെ കാണും നമുക്ക്. ഇവിടെ വെളുത്തവരൊന്നും ഇല്ലേ എന്നൊരു തോന്നലാണ് നമുക്ക്. ഞാൻ എന്താ പറയുക, നമ്മുടെ സൂക്ഷ്മമായ നമ്മുടെ ബോധ്യങ്ങളാണ് ജാതി പ്രവർത്തിക്കുന്നത് എന്ന് അറിയുമ്പോഴാണ് ഒരാൾ നിർബന്ധമായും വേണമെന്ന് പറയുന്ന സംവരണ തത്വത്തിൻ്റെ തന്നെ അന്തസത്ത എന്ന് മനസ്സിലാകത്തുള്ളൂ. ഇതൊരാൾക്ക് ജോലി കിട്ടുന്ന കാര്യമല്ല, ഒരാൾ പഞ്ചായത്ത് മെമ്പറാകുന്നതിൻ്റെ കാര്യമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഈ അധികാര ബന്ധങ്ങളെ മറ്റൊരു രീതിയിൽ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സംവിധാനമായിട്ടാണ് നമ്മൾ സംവരണത്തെ. ഇതിനകത്ത് ഒരു കാര്യം പറയുന്നു, 5 തരത്തിലുള്ള സംവരണം കൊടുക്കുന്നുണ്ടെന്നൊക്കെ അതിനകത്ത് ജാതി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, സാമ്പത്തികമാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്രൂഷ്യലായി 103-ാം ഭരണഘടനാ ഭേദഗതി എന്താണ് പട്ടികജാതിക്കാർക്ക് എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. പട്ടികജാതിക്കാർക്ക് എന്താണ് കുഴപ്പം? അവർക്ക് 10% സംവരണം ഉണ്ടല്ലോ. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് അവർക്ക് 15% സംവരണമുണ്ട്. ആ സംവരണത്തിൽ ഒന്നും എടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിലൊരു അക്രമമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 15, 22.5% സംവരണം കൊണ്ട് പട്ടികജാതിക്കാർക്ക് അത് കിട്ടുന്നുണ്ടല്ലോ, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും. പിന്നെ നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആ ചോദ്യകർത്താവ് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും പ്രജകളായി മാത്രം കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പൗരന്മാരായി കാണുന്നില്ല. ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് കിട്ടുന്ന 22% അല്ല, ബാക്കി 78% എങ്ങനെയാണ് വീതം വെക്കുന്നതെന്ന് ചോദിക്കാനും അറിയാനും ചെയ്യിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യകർത്താക്കൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, അവന് 10% ഉണ്ടല്ലോ, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരുന്ന. ഇതൊരു ഫ്യൂഡൽ മനോഭാവമാണ്, ഒരു ഫ്യൂഡൽ മനോഭാവം, പഴയ നാടുവാഴികളുടെ മനോഭാവമാണ്. നമുക്ക് തരുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടുകൊള്ളണം എന്ന് പറഞ്ഞു. ഇതങ്ങനെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇതിനകത്ത് ഈ തത്വം എങ്ങനെ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് അന്വേഷിക്കുവാനും പറയുവാനുള്ള അവകാശം നമുക്കുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ. ഒന്ന്, സാമ്പത്തിക മാനദണ്ഡം, സംവരണത്തിന് സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്തിയത് ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരാണോ എന്നതാണ്. നമ്മളത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇതിനകത്തൊക്കെ സോമപ്രസാദൊക്കെ ചോദിക്കുക, ഈ സ്വത്വവാദികളാണ് ആക്രമിക്കപ്പെടുന്നത്. ഇതിനകത്ത് സ്വത്വവാദികൾ എന്നൊക്കെ പറഞ്ഞ് എന്നെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ നിലക്കാണ് ദളിത് സ്വത്വവാദികൾ ഒന്ന് കുഴപ്പക്കാരാണെന്നാണ് പുള്ളി പറയുന്നത്.
നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുവാൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 2 വകുപ്പുകളാണ് പ്രധാനമായും സംവരണത്തിന് അടിസ്ഥാനമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ 15, 16 വകുപ്പുകളിൽ ഇപ്പോഴത്തെ ഈ ഭേദഗതി വരുന്നതിന് മുൻപ് ആ 15, 16 വകുപ്പുകളിൽ 2 മാനദണ്ഡങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, ഏതെങ്കിലും വിഭാഗം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണെന്ന് സ്റ്റേറ്റിന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സംവരണം കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും വിഭാഗം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ, അവിടെ സാമ്പത്തികമെന്നൊരു വാക്കുണ്ടായിരുന്നില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഇപ്പം ഇവരൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുള്ളവർക്കൊന്നും ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചോ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചോ ധാരണയില്ലാത്തവരായിരുന്നില്ല. അവർ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് എത്തിച്ചേർന്നത്. അവരെന്തുകൊണ്ടായിരിക്കാം സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ എന്ന് പറയാതെ പോയത്? അതിന് വളരെ വ്യക്തമായ ഒരു കാരണമുണ്ട്. 17-ാം വകുപ്പാണ് അതിൻ്റെ ഉത്തരം. 15ഉം 16 കഴിഞ്ഞ് നമ്മൾ 17ാമത്തെ വകുപ്പിലേക്ക് വരും. അവിടെ എന്താണെന്നറിയോ പറയുന്നത്? ഇന്ത്യയിൽ അയിത്തം നിയമപരമായി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അയിത്തം നിയമപരമായി നിരോധിച്ചിരിക്കുന്നു എന്നൊരു വകുപ്പുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. എന്തിനാണ് അങ്ങനെ വകുപ്പ്? ഈ സാമ്പത്തിക മാനദണ്ഡം വേണമെന്ന് പറഞ്ഞു നടക്കുന്നവർ മറുപടി പറയണം. എന്തിനാണ് അയിത്തം നിരോധിച്ച ഒരു വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എഴുതി ചേർത്തത്? അത് നിയമപരമായി വിലക്കേണ്ടതുണ്ട്. ആ വിവേചനം ഇന്ത്യയിൽ അവസാനിക്കണമെങ്കിൽ നിയമപരമായി സ്റ്റേറ്റ് ഇടപെടേണ്ടതുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ 1950 ജനുവരി 25 വരെ ഇന്ത്യക്കാരൻ്റെ സ്വാഭാവികമെന്ന് അവൻ കരുതുന്ന ജീവിതം ഒരു കുറ്റകൃത്യമായാണ് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചത്. ഇനി നീ അയിത്തം പാലിച്ചാൽ അകത്ത് കിടക്കുമെന്നാണ് പറഞ്ഞത്. ആ കണ്ണട വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേരെ നമുക്ക് ഇപ്പോഴും അകത്തിടേണ്ടി വരും. അയിത്തം പാലിക്കുന്നവരാണ് ഭൂരിപക്ഷം. ഇന്നലെ ഒരു പത്രപരസ്യം കണ്ടു. സ്ഥലം വിൽപ്പനയാണ്. പാലക്കാടാണ്, വിപ്ലവകാരികളുടെ നാടാണ്. ഒരു മേനോനാണ് പരസ്യക്കാരൻ. നായർക്ക് മാത്രമേ ഞാൻ സ്ഥലം തരുള്ളൂ. മേടിക്കുന്ന നായർ എന്തെങ്കിലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നായർക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് ഉറപ്പുള്ളവർ മാത്രം വിളിച്ചാൽ മതിയെന്ന്. എങ്ങനെയുണ്ട്? കേരളത്തിലെ സ്ഥലക്കച്ചവടത്തെക്കുറിച്ച് ഈ പറയുന്നത്. ഇത്രയും കൊടും ഭീകരന്മാരുള്ളൊരു സ്ഥലത്താണ് ഈ പറഞ്ഞ 17-ാം വകുപ്പ് എഴുതി ചേർക്കുമ്പോൾ ഇന്ത്യ വളരെ വലിയ വിവേചനത്തിൻ്റെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ അത് ഈ അയിത്തം എന്തുകൊണ്ടാണ് ഈ അയിത്തം പാലിക്കുന്നത് ഇന്ത്യക്കാരൻ? എന്ത് പറഞ്ഞിട്ടാ? പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ടാണോ? അത് നമ്മൾ വളരെ വളരെ ലളിതമായി ആലോചിച്ചാൽ മതി. ഇന്ത്യക്കാരൻ അയിത്തം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? ഒരു പൈസ പോലും ഇല്ലാത്ത ബ്രാഹ്മണൻ, പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കാണാത്ത ബ്രാഹ്മണൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ട് വന്ന അംബേദ്കറുടെ അയിത്തം കാണിച്ചു. നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും ഇത്? ഏത് പൈസയുടെ കാര്യം പറഞ്ഞ് വിശദീകരിക്കും? ഏത് പൈസയുടെ കാര്യമാണ്? ഞാൻ ഓക്സ്ഫോർഡിൽ പോയി ഡിഗ്രി എടുത്ത് കോട്ടും സ്യൂട്ടുമൊക്കെ ഇട്ട് സുമുഖനായി വരുന്ന അംബേദ്കറോട് പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത ബ്രാഹ്മണൻ അയിത്തം പാലിച്ചാൽ എങ്ങനെ നമ്മളത് വിശദീകരിക്കും? ഈ സാമ്പത്തികവാദികളൊന്ന് ഉത്തരം പറയണം. എന്ത് പൈസയുടെ കണക്ക് വെച്ചിട്ടാണ് അതൊന്ന് വിശദീകരിക്കുന്നത്? അപ്പം ഇന്ത്യക്കാരൻ സാമൂഹികമായ വിവേചനം കാണിക്കുന്നത് സമ്പത്തിൻ്റെ മാനദണ്ഡം നോക്കിയല്ല, അവൻ ജനിച്ച ജാതിയും മതവും നോക്കി തന്നെയാണ് വിവേചനം കാണിക്കുന്നത്. ഒരു സംശയമുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിക്ക് അറിയായിരുന്നു. ഇന്ത്യയിലെ ആൾക്കാർ വിവേചനം കാണിക്കുന്നതിന് പിന്നിൽ ജാതിയാണുള്ളതെന്ന് അവർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കം. അപ്പോൾ ഈ ജാതി അങ്ങ് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ജാതീയമായ ബഹിഷ്കരണം എന്നത് വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. രോഹിത് വെമുല എന്തിനാ ആത്മഹത്യ ചെയ്ത്? നമ്മുടെ മുന്നിൽ പാഠങ്ങളുണ്ടല്ലോ നിരവധി. രോഹിത് വെമുല എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഭക്ഷണം കിട്ടാനല്ല, കഞ്ഞി കുടിക്കാൻ പണമില്ലായിട്ടുമല്ല.
ഓർക്കണം. ഈ പുതിയ കലാലയങ്ങളുടെ പുതിയ സംവിധാനങ്ങൾ എത്രയോ ദളിത് കുട്ടികളെയാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്, രോഹിത് വെമുലയുടെ മരണം മുൻനിർത്തി. അപ്പോൾ ഈ വിവേചനങ്ങളെന്ന് പറയുന്നത് സാമൂഹികമാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ റോഡിലൂടെ കയറരുത് എന്ന് പറയുന്നതിന് പള്ളിക്കൂടത്തിലും പോകരുതെന്നാണോ അതിൻ്റെ അർത്ഥം? ഈ പള്ളിക്കൂടത്തിൽ കയറരുതെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. സ്വാഭാവികം അതിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ എന്നുള്ള സംഗതി വരുന്നത്. ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ കുറച്ചുകൂടി മാറിയൊരു സമൂഹമാണ്. നമ്മുടെ ഈ രാജു നാരായണ സ്വാമി എല്ലാ പരീക്ഷയ്ക്കും ഒന്നറാകെ ജയിച്ച ആളാണ്. 10ാം ക്ലാസ് മുതൽ എഴുതിയ മുഴുവൻ പരീക്ഷയ്ക്കും IAS-നും എല്ലാത്തിനും. ഈ രാജു നാരായണ സ്വാമിയുടെ പഠന രീതി നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് തൊട്ട് ചേർന്നാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം 10ാം ക്ലാസ് എഴുതുന്നത്, 82-ൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ളൊരു ലോഡ്ജിലാണ് ഞാൻ അവിടെ താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പയ്യനെ SB ഹൈസ്കൂളിൽ, ചങ്ങനാശ്ശേരി SB ഹൈസ്കൂളിൽ ചേർത്തിട്ടുണ്ട്, പക്ഷേ പള്ളിക്കൂടത്തിൽ വിടത്തില്ല. അച്ഛൻ SB കോളേജിലെ മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറാണ്. അമ്മ MSc-കാരിയാണ്, റൂബി റബ്ബർ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ലീവ് എടുക്കും. രാവിലെ 5:30 ആകുമ്പോൾ മൊത്തം ലൈറ്റ് തെളിയും. ഈ അയ്യർ സാറെന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പേര് എനിക്കറിയില്ല, അയ്യരെന്ന് മാത്രമേ അറിയുള്ളൂ. അതൊരു ജാതിയാണെന്ന് പോലും അന്ന് തോന്നുന്നില്ല. അയ്യരെന്നാണ് പുള്ളി വിളിക്കത്തുള്ളൂ, സാമി എന്നാണ് വിളിക്കത്തുള്ളൂ. അപ്പോൾ ലൈറ്റ് തെളിയും. രാവിലെ തന്നെ പഠിപ്പീര് ആരംഭിക്കുക. അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു വലിയ പുസ്തകവും പിടിച്ച് പയ്യൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതിനിടയ്ക്ക് ഇവർ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ജനലേ കയറുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ഈ അപ്പൻ അല്ലെങ്കിൽ അമ്മ ലീവ് എടുത്ത് ഈ പയ്യനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാജു നാരായണ സ്വാമി അച്ഛൻ കൊണ്ടുവരുന്ന BSc-കാരുടെ മാത്തമാറ്റിക്സ് പേപ്പർ നോക്കി മാർക്കിടുമായിരുന്നത്രേ. BSc-ക്ക് 10ാം ക്ലാസ്സുകാരൻ BSc-യുടെ പേപ്പർ നോക്കി മാർക്കിടുമായിരുന്നത്രേ. അതൊക്കെയാണ് എല്ലാ എഴുത്തിനും ഒന്നറാൻ കിട്ടി. എന്താണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മൾ നോക്കണം, നമ്മൾ പഠിക്കണോ അത്? അതായത് പ്രഗത്ഭനായ അച്ഛൻ്റെയും അമ്മയുടെയും സമയവും വിജ്ഞാനവും പരിപൂർണമായും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ദീർഘകാലം നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിളവെടുപ്പാണ് ഈ റാങ്ക് എന്ന് പറഞ്ഞൊരു കാര്യം. ഇതേ സംഗതി എങ്ങനെയാണ് ഒരു പിന്നോക്കക്കാരൻ്റെ അല്ലെങ്കിൽ ദളിതൻ്റെ അല്ലെങ്കിൽ 3 സെൻറ്റിൽ 1.5 സെൻറ്റിൽ പുറമ്പോക്കിൽ താമസിക്കുന്നവൻ്റെ വീട്ടിൽ ചെയ്യാൻ കഴിയുക? ഇതൊന്നും ഞാൻ പറയും, ഇതൊന്നും വെറുതെ വരുന്ന കാര്യമല്ല. ഇതിനകത്തൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തുന്നു. അപ്പോൾ നമ്മുടെ വിവേചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രൂപം ഈ സാധനം കാണാതെ രാജു നാരായണ സ്വാമി ഭയങ്കര ബുദ്ധിയാണെന്ന് വിചാരിക്കുന്നത് വലിയ കഥയില്ലെന്നാണ് ഞാനീ പറയുന്നത്. മനസ്സിലായില്ലേ? അയാൾക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ എല്ലാവരും റാങ്കൊക്കെ മേടിക്കും, ഒരു സംശയമില്ല അതിനകത്ത്. അപ്പോൾ പക്ഷെ നമ്മൾ വിചാരിക്കും അവന് ഭയങ്കര ബുദ്ധിയാണ്. അതല്ല, ഈ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാണാത്ത കൊണ്ടാണ് അവന് വലിയ ബുദ്ധിയുണ്ട് നമുക്ക് തോന്നുന്നത്. സാമാന്യ ബുദ്ധിയൊക്കെ അയാൾക്കും ഉള്ളൂ. അല്ല, വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാൽ അദ്ദേഹം അല്ലെ X or Y വേറൊരാൾ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇന്ത്യക്കകത്ത് വിവേചനത്തിൻ്റെ കാരണം കേന്ദ്ര ബിന്ദു എന്നത് ജാതിയാണ് എന്ന ബോധ്യമാണ് സാമ്പത്തികം എന്നൊരു മാനദണ്ഡം എഴുതി ചേർക്കാതിരിക്കാൻ ഭരണഘടനാ അസംബ്ലിയെ നിർബന്ധിച്ച് നമ്മൾ കാണും. അതിലേക്കാണ് രണ്ടാമത്തെ മാനദണ്ഡം. ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സംവരണം കൊടുക്കാം. അപ്പോൾ ഈ 2 മാനദണ്ഡങ്ങളാണ്. ഒന്ന്, പിന്നോക്ക അവസ്ഥയുണ്ടെന്ന് ബോധ്യപ്പെടണം. മറ്റൊന്ന്, മതിയായ പ്രാതിനിധ്യമില്ല എന്ന് ബോധ്യപ്പെടണം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ്. അപ്പോൾ മതിയായ പ്രാതിനിധ്യം എങ്ങനെ? ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ഉണ്ടോ നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കമായിരിക്കുക, മതിയായ പ്രാതിനിധ്യമില്ലാതിരിക്കുക. ഇത് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. മതിയായ പ്രാതിനിധ്യമുണ്ടോ ഇല്ലയോ എന്ന്. കേരളത്തിലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും മേഖലയിൽ ദളിതർക്കോ ആദിവാസികൾക്കോ പിന്നോക്കക്കാർക്കോ മുസ്ലിങ്ങൾക്കോ മതിയായ പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ നമുക്ക് എണ്ണിയെടുക്കാവുന്നൊരു കാര്യമാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് വെച്ച് നോക്കുമ്പോൾ
ഈ 103-ാം ഭേദഗതി എന്നത് ആരുടെ മതിയായ പ്രാതിനിധ്യമില്ലായ്മയാണ് പരിഹരിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ആരുടെ മതിയായ പ്രാതിനിധ്യമില്ലായ്മയാണ് ഇവർ പരിഹരിക്കുന്നത്? ദേവസ്വം ബോർഡിൽ ഇവർ സംവരണം നടപ്പിലാക്കി വിപ്ലവം സൃഷ്ടിച്ചവരാണല്ലോ. ദേവസ്വം ബോർഡിൽ 97% ജോലിയും കൈവശം വെച്ചിരിക്കുന്നത് സവർണ അമ്പലവാസി സമുദായങ്ങളാണ് എന്നത് സർക്കാർ പുറത്തുവിട്ട കണക്കിൽ നിന്ന് ലഭ്യമാണ്. പിന്നെ ഇതിന് അവിടെ ഒരു 10% കൊടുക്കുന്നത്? ആരുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇവർ കൊടുക്കുന്നത്? അത് നമുക്കൊന്ന് അറിയണമല്ലോ. ആരുടെ മതിയായ പ്രാതിനിധ്യമില്ലായ്മയാണ് ഇവർ ഈ പുതിയ നിയമം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യത്തിന് ഇതുവരെ ആർക്കും ഉത്തരമില്ല. പിന്നെ ഏത് തരം പിന്നോക്കാവസ്ഥയാണ് ഇവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരാന്ന് പറയുന്നത്. അതെന്ത് വിചിത്ര ജീവികൾ ആരാന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുന്നു. ആരാണ് ഒരേ സമയം മുന്നോക്കമായിരിക്കുന്നു, അതേസമയം തന്നെ പിന്നോക്കമായിരിക്കുന്ന വിചിത്ര മനുഷ്യരാരാണെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പം എന്താണ് മുന്നോക്കത്തിൻ്റെ മാനദണ്ഡം? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് സമ്പത്ത് മാത്രമല്ലല്ലോ. നമ്മൾ ഒട്ടനവധി മൂലധന വിനിമയത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒന്ന്, നമുക്ക് സാമൂഹികമായൊരു മൂലധനമുണ്ട്. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യക്കാർക്കുള്ള സ്വാധീനത്തിൻ്റെയും ഇന്ത്യക്കാർക്കുള്ള ബഹുമാനത്തിൻ്റെയും കേന്ദ്രം എന്താണ്? ഇയാൾ വ്യക്തി എന്ന നിലയ്ക്ക് എന്തെങ്കിലും പ്രാപ്തി തെളിയിച്ച ആളൊന്നുമല്ല, നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ അയാളെ നമുക്കെല്ലാം ഭയങ്കര ബഹുമാനം. ഒറ്റ കാര്യമുള്ളൂ, രാജീവ് ഗാന്ധിയുടെ മകനാണെന്നുള്ള ഒറ്റ കാര്യം, വേറെ ഒരു കാര്യമില്ല. പ്രിയങ്ക ഗാന്ധി, ആ കോൺഗ്രസ്സുകാർ 70-80-90 വയസ്സുള്ള കോൺഗ്രസ്സുകാരനും പറഞ്ഞ പ്രിയങ്ക ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ്. ഇയാൾ 90 വർഷമായിട്ട് പ്രവർത്തിക്കുക. എന്നാൽ എനിക്ക് നേതൃത്വം തരാനല്ല പറയണേ, പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്തായി പ്രിയങ്ക ഗാന്ധിയുടെ മൂലധനം? നെഹ്റു കുടുംബത്തിലെ അംഗമാണെന്നുള്ളതാണ്. അതൊരു വലിയ സോഷ്യൽ ക്യാപിറ്റലാണ്. പണ്ട് VS ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പം അരുൺകുമാറിനെതിരെ എന്തൊരു കേസ് വന്നു. അപ്പോൾ അരുൺകുമാർ പറയുന്ന കാര്യം, ഞാൻ VSൻ്റെ മകനാണെന്ന് ആരോടും പറയാറില്ലെന്ന്. ഇവിടെ എന്തിനാ പറയുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളി പറയണ്ടല്ലോ ഞാൻ VSൻ്റെ മകനാണെന്ന് ആരോടും പറഞ്ഞ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അയാളോടൊരു സ്പെഷ്യൽ പരിഗണന വരും. കാരണം മുഖ്യമന്ത്രിയുടെ മകനാണെന്ന് എനിക്കറിയാമെന്നുള്ള കാര്യം. അതാണ് ഒരു ക്യാപിറ്റൽ. അതിപ്പോൾ ഞാൻ കല്ലറ പഞ്ചായത്തിലെ, കോട്ടയം ജില്ലയിലെ കല്ലറ പഞ്ചായത്തിലെ മരുത്താന്തറ വീട്ടിൽ സുകുമാരൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ക്യാപിറ്റലാവും? ഞാൻ പാടുപെടും. അതാ കാര്യം, മനസ്സിലായില്ലേ? നമുക്ക് ക്യാപിറ്റൽ ഇല്ല. ഞാൻ ഏലംകുളം മനക്കലെ ആളാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ക്യാപിറ്റൽ അല്ല മരുത്താന്തറയിലെ സണ്ണിക്ക് കിട്ടുന്ന ക്യാപിറ്റൽ. അങ്ങനെ ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്നില്ല. പിന്നെയുള്ള സിംബോളിക് ക്യാപിറ്റലാണ്. സിംബോളിക് ക്യാപിറ്റൽ പല രൂപത്തിൽ. ഞാൻ നല്ലൊരു ഗായകനായിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റായിരിക്കുക, ഇങ്ങനെ പല എൻ്റെ കഴിവുകൾ, പിന്നെ എൻ്റെ ചില ഡ്രസ് സംഗതികൾ. ഈ ബ്രാഹ്മണർ കഴുത്തിലണിയുന്ന മറ്റേ സംഭവമുള്ളൂ, പൂണൂല്, അതൊക്കെ ഒരു ക്യാപിറ്റലാണ്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ഷർട്ടിൻ്റെ ഇടയിൽ കൂടി ആ പൂണൂലൊന്ന് കണ്ടാൽ മതി, ഈ കാണുന്നവനൊന്ന് കോരിത്തരിക്കും. കൊള്ളം കേട്ടോ, ബ്രാഹ്മണനോ വലിയ പുള്ളി കേട്ടോ, നമുക്ക് തോന്നുമോ വെറുതെ? ഇത് ചെറിയൊരു കാര്യമല്ലത്. അതുകൊണ്ടാണെന്ന് ഇവർ ഷർട്ടിടാതെ ഈ അമ്പലത്തിൽ പോകുന്ന കാര്യം എന്നാ. നമ്മൾ എറണാകുളം പട്ടണത്തിൽ നിങ്ങളൊന്ന് പോയി, എറണാകുളത്തപ്പൻ്റെ ഫ്രണ്ടിൽ നാളെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ പോയി നിൽക്കും. സ്കൂട്ടറെ വരുന്ന കാണാം ഷർട്ടിടാതെ. ഇന്നും കേരളത്തിൻ്റെ പബ്ലിക് സ്പേസിൽ ഷർട്ടിടാതെ വരുന്ന ഒരേ ഒരു വർഗം ഈ ബ്രാഹ്മണർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അന്തസ്സായി ഷർട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ഇവർക്ക് ഈ ഷർട്ട് പോലും ഊരിയിട്ടിട്ട് നടക്കാൻ ഇവനെ പ്രാപ്തമാക്കുന്ന കാര്യം എന്നാ? ആ 10 പൈസയുടെ നൂലിൻ്റെ വില അവനറിയാതെ. ഇതിന് 1000 രൂപയുടെ ഷർട്ടിനൊക്കെ വലിയ വില ഈ നൂലിനുണ്ടെന്ന് അവന് നന്നായിട്ട് അറിയാം. നല്ല നിങ്ങളൊന്ന് ഷർട്ട് ഇടാതെ എറണാകുളം പട്ടണത്തിൽ കൂടെ നടന്നു പോകണം, വിവരം അറിയും. ആദ്യം കാണുന്നത് നിങ്ങളോട് പറയും പോയി ഷർട്ട് ഇട്ടുകൊണ്ട് പാടാന്ന്. പക്ഷെ ഒരു ബ്രാഹ്മണൻ ഷർട്ട് ഇടാതെ നടന്നാൽ നമ്മളാരും അവനോട് പറയില്ല പോയി ഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ. അതെന്താണ്? അപ്പോൾ ഇത്തരം നിരവധി ക്യാപിറ്റലുകളുടെ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് ഇന്ത്യൻ സമൂഹം ജീവിക്കുക. അതിനകത്ത് ഒരു കാര്യം മാത്രമാണ് സാമ്പത്തികം, ഒരു കാര്യം മാത്രം. ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ജാതിയൊക്കെ വലിയ ക്യാപിറ്റലും എക്കണോമിക് ക്യാപിറ്റലും കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഇവിടെ തോറാട്ടൊക്കെ കൂടിയിട്ട് UGCയുടെ മുൻ ചെയർമാൻ തോറാട്ടൊക്കെ കൂടിയിട്ട് ഒരു അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. മുൻ UGCയുടെ ചെയർമാനാണ്.
ഒരു കള്ളത്തര കാണിച്ചത്. ഒരു സാമൂഹ്യമായ വസ്തുത പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു കള്ളത്തര കാണിച്ചു. അവരൊരു കമ്പനിയിലേക്ക്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് കുറേ അപേക്ഷകൾ അയച്ചു. അപേക്ഷകൾ അയച്ചതിൽ ദളിതർ ജാതി ഏതാണ്, ഞാൻ SC എന്ന് വെച്ച് കുറേ അപേക്ഷകൾ. അതിനകത്തെല്ലാം 1-ാം റാങ്കും പിന്നെ അഡീഷണലായിട്ടുള്ള കമ്പനികളിലെ പ്രവൃത്തി പരിചയവും BTechനും MTechനും 1-ാം റാങ്കും 99% മാർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഫോറം പൂരിപ്പിച്ചിരിക്കുന്നത്. അയ്യർ പോലെയുള്ള സവർണ ജാതികളുടെ കുറേ അപേക്ഷ, ആ 30% മാർക്ക്, പ്രവൃത്തി പരിചയം ഇല്ല എന്നൊക്കെ എഴുതി കൊടുത്തു. കുറേ അപേക്ഷ എഴുതി കൊടുത്തു. പ്രവൃത്തി പരിചയം ഇല്ലാത്തവനാണ് ഇൻ്റർവ്യൂ കാർഡ് വരുന്നുള്ളൂ. 99% മാർക്കുള്ള ദളിതന് ഇൻ്റർവ്യൂ കാർഡ് ഇല്ല. തെളിഞ്ഞ കാര്യം ഈ പറയണേ. തോറാട്ട് മുൻകൈ എടുത്ത് ഇന്ത്യയിൽ തെളിയിച്ച കാര്യം ഈ പറയണേ. ഇവരെന്നെ മെറിറ്റിൻ്റെ കാര്യം നമ്മളോട് ഈ പറയുന്നത്. ഈ സോമപ്രസാദൊക്കെ ഇന്ത്യയിൽ തെളിയിച്ച കാര്യമാണെന്നേ. 90% മാർക്കും 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ദളിതന് ഇൻ്റർവ്യൂ കാർഡില്ല. ഒരു പരിചയമില്ലെന്ന് 30% മാർക്കുള്ളതെന്ന് പറഞ്ഞാൽ അയ്യർക്ക് അന്നേരം വരുമോ ഇൻ്റർവ്യൂ കാർഡ് വരുമോ? ഇതാണ് ഇന്ത്യ എന്ന് പറയുന്ന കാര്യം. ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തികമെന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റിന് സാമ്പത്തിക മാനദണ്ഡം യോജിക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നൊരു കാര്യം. ഈ 48-ാം വകുപ്പിൻ്റെയാണ് ഒരു എക്സ്റ്റൻഷൻ എന്ന നിലക്കാണ് ഇത് കൊണ്ടുവന്നത്. അതിനകത്ത് പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റിന് അനുസരിക്കേണ്ടതില്ല, വേണം ചെയ്താൽ മതി, താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതിന് പ്രകാരം സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി എന്ന വകുപ്പെടുത്തിട്ടാണ് സുപ്രീം കോടതിയോട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം, ഈ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ മാത്രമാണ് 15-ലും 16-ലും പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് 15-ലും 16-ലും സാമ്പത്തികം എന്നൊരു മാനദണ്ഡം കൂടി എഴുതി ചേർക്കണം. ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കള്ളത്തര കാണിച്ചത്. ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നുകൂടി എഴുതി ചേർക്കണം എന്ന ഒരു സംഗതി ഭേദഗതി വന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്ന്, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രകൃതം കൂടി പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടന എന്നത് അതിൻ്റെ അടിസ്ഥാനപരമായൊരു തത്വം ഇന്ത്യ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ വസിക്കുന്ന ഇടമാണ് എന്നത് അംഗീകരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിൽ വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾ ജീവിക്കുന്നു എന്നത് അംഗീകരിക്കുന്നു എങ്ങനെ? ഈ വ്യത്യസ്തതകൾ ഒരു ഹൊറിസോണ്ടൽ ഇതുപോലെയുള്ളൊരു മേശപ്പുറത്ത് വെറുതെ നിരത്തി വച്ചിരിക്കുന്ന വ്യത്യസ്തതകളല്ല. ചില വ്യത്യസ്തതകൾ ഏറ്റവും മുകളിലും, ചില വ്യത്യസ്തതകൾ സ്റ്റേജിന് വെളിയിലും, ചിലത് സെൻട്രൽ സ്റ്റേജിലും, ചിലത് ഏറ്റവും അടിയിലുമാണ് നിൽക്കുന്നതെന്നും അതുകൊണ്ട് ഈ വ്യത്യസ്തതകൾക്ക് വ്യത്യസ്തമായ പരിഗണനകൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിലുള്ള തത്വചിന്ത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദളിതർക്ക് പ്രത്യേകമായ സംവരണം ഏർപ്പെടുത്തുന്നത്, പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നത്, സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തുന്നത്, ആദിവാസികൾക്ക് സ്വയംഭരണം കൊടുക്കുന്നത്, ചില പ്രത്യേക സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതൊക്കെ ഈ വ്യത്യസ്തതകൾക്ക് വ്യത്യസ്തമായ പരിഗണനകൾ കൊടുക്കണം എന്ന ഒരു സങ്കല്പം, ഒരു തത്വചിന്താപരമായൊരു സങ്കല്പമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇന്ത്യയിലെ ഈ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത്. സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യമായിരിക്കേണ്ടത് ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതായിരിക്കണം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ താല്പര്യം അതാണ്. ഈ എന്തിനാണ് ഈ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് 25 മുതൽ 26 മുതൽ 32 വരെയോ ഉള്ള വകുപ്പുകൾ
ന്യൂനപക്ഷാവകാശങ്ങളെക്കുറിച്ചിട്ടാണ്. എന്തിനാണ് ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞൊരു അവകാശത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെ പറയുന്നത്? ന്യൂനപക്ഷാവകാശങ്ങൾ കിട്ടുന്നുണ്ടോ, അതുകൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു തത്വമെന്ന നിലക്ക് ഈ ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ന്യൂനപക്ഷ അവകാശത്തിൻ്റെ വലിയ വാദങ്ങൾ ഉയർന്നു വന്നു. അന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നൊരു മറുപടിയുണ്ട്. ഈ ന്യൂനപക്ഷാവകാശം എന്തിനാണ് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു മറുപടി, ന്യൂനപക്ഷങ്ങൾ സ്ഫോടനാത്മക ശേഷിയുള്ള വിഭാഗമാണ്, അവരുടെ അവകാശങ്ങൾ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എന്നാണോ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുന്നത്, അന്ന് ന്യൂനപക്ഷ അവകാശം സ്വയം ഇല്ലാതാകുമെന്നാണ് പറഞ്ഞു. ഇന്നിപ്പം നമ്മൾ നോക്കിയേ, ഇന്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് മുസ്ലിം ജനസമുദായത്തിൻ്റെ അവസ്ഥ എന്താണ്? നൂറുകണക്കിന് നിയമസഭാ സാമാജികന്മാർ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭയിലേക്ക് ഒരൊറ്റ അംഗത്തെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം തകർന്നു പോയൊരു സമൂഹമായി ഇന്ത്യൻ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നേ ഒരൊറ്റ MP പോലും തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. ദേശീയ പ്രസ്ഥാനവും കരിഞ്ഞില്ല. നമ്മൾ ഓർക്കണം, ദേശീയ പ്രസ്ഥാനവും കരിഞ്ഞില്ല. അങ്ങനെ ഈ വ്യവസ്ഥാപിത മാർഗങ്ങൾ, അപ്പം ഈ വിഭാഗത്തെ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ വിഭാഗത്തെ ഭരണഘടനാ അവകാശങ്ങളിലൂടെ സംരക്ഷിക്കുക എന്ന മർമ്മപ്രധാനമായ ലക്ഷ്യമാണ് ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന് കൊടുക്കുന്ന പ്രത്യേക പ്രീണനമൊന്നുമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലാണ്. നമ്മുടെ സമൂഹം ജനാധിപത്യപരമായിരിക്കുന്നത് ഈ ദളിതർക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ സമൂഹം ജനാധിപത്യപരമായിരിക്കുന്നത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷം എന്ന നിലയിൽ ഒരു സ്റ്റാറ്റസ്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് അവർക്കുള്ളത് കൊണ്ടാണ്. സ്ത്രീകൾക്ക് പ്രത്യേക അവകാശമുള്ളതുകൊണ്ടാണ്. ആദിവാസികൾക്ക് സ്വയംഭരണമുള്ളതുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യപരമായിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് പിടികിട്ടും. ഈ സംവരണ വിരുദ്ധർ എല്ലാ വൈവിധ്യങ്ങൾക്കും എതിരാണ്. കാശ്മീർ പറ്റത്തില്ല. ഒരു രാജ്യത്ത് 2 നിയമം പറ്റിയെന്നാണ് പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞതാണ്, ഒരു രാജ്യത്ത് 2 നിയമം പറ്റില്ല. കാശ്മീരിൽ പ്രത്യേകമായ നിയമം ഉണ്ടായതിൻ്റെ ചരിത്രമെന്നൊന്നും പുള്ളിക്ക് ബാധകമല്ല, പറ്റിയല്ല, അത്രേ ഉള്ളൂ. അവിടെ ഇപ്പം കാശ്മീരിനെ കൂട്ടിച്ചേർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതിന് ജനാധിപത്യപരമായൊരു മാർഗമുണ്ട്. അവിടുത്തെ നിയമസഭ ഉണ്ടോ? ഇപ്പം നിയമസഭയില്ല. അവിടുത്തെ മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, നിയമസഭാ സാമാജികരുണ്ട്. ഇവരോട് ആരോടെങ്കിലും ഇവർ വിളിച്ചെങ്കിലും ചോദിച്ചോ? ഇല്ല. ഒറ്റ രാത്രി കൊണ്ട് രാംനാഥ് കോവിന്ദ് രാത്രി 3 മണിക്ക് എഴുന്നല്ല ഒപ്പിട്ടെന്നാണ് പറഞ്ഞത്. ഒറ്റ രാത്രി കൊണ്ട്. നമ്മളൊന്ന് ഓർക്കണം, 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ല കാശ്മീർ. കാശ്മീരിന് സ്വതന്ത്രമായ പദവി കൊടുത്തതിന് പ്രത്യേകമായ ചരിത്രമുണ്ട്. ചരിത്രമൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, കാശ്മീരിലെ രാജാവും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലൊരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാശ്മീർ നമ്മുടെ പ്രദേശമായി നിൽക്കുന്നത്. ആ എഗ്രിമെൻ്റ് റദ്ദ് ചെയ്യുമ്പോൾ 2 കൂട്ടരുമായി മുഖാമുഖം ഇരുന്ന് സംസാരിക്കണം. 2 കൂട്ടരെന്ന് പറഞ്ഞാൽ ആരാ? ഏറ്റവും കുറഞ്ഞ പക്ഷം കാശ്മീർ ഭരിച്ച അവിടുത്തെ ഭരണാധികാരി എല്ലാത്തിനും പിടിച്ചകത്തിട്ടു. മുൻ മുഖ്യമന്ത്രിമാരെ മുഴുവനും തടങ്കലിലാക്കിയിട്ടാണ് ആ നിയമം റദ്ദ്. എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞ ഈ സംവരണ വിരുദ്ധതയുടെ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരേ ഒരു പ്രദേശമാണ് കാശ്മീർ. അതില്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം, വേറെ ഒരു ഉദ്ദേശമില്ല, ഒരു സംശയം വേണ്ടാത്ത കാര്യം. പക്ഷെ നമ്മുടെ ദേശീയവാദികൾക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് പിടികിട്ടത്തില്ല. വേറെ ഒരു ഉദ്ദേശമില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഏക സംസ്ഥാനമാണ് കാശ്മീർ. എല്ലാ വൈവിധ്യങ്ങളെയും അവർ ഇല്ലാതാക്കുക, അത് കാശ്മീരിൻ്റെ കാര്യമാണ്. സംവരണം വേണ്ടെന്ന് നോക്കുകയല്ല, എല്ലാവർക്കും കൊടുക്കാനാണ് തീരുമാനിക്കുക. അങ്ങനെയാണ് അതിൻ്റെ സ്പിരിറ്റിനെ അവർ അട്ടിമറിച്ചത്. എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ന്യൂനപക്ഷാവകാശത്തിൻ്റെ മേൽ ഇപ്പോഴത്തെ വാളോങ്ങി കഴിഞ്ഞു. ഇങ്ങനെ നമ്മളുടെ സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളെയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നാണ് ഇപ്പോൾ പറയണത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ഇവിടെ ഈ പൈപ്പ് ലൈൻ എന്താ ഉദ്ഘാടനം ചെയ്തിട്ട്, ഒരു പൈപ്പ് ലൈൻ ഒരു ഗ്രിഡ് ഒരു രാഷ്ട്രം എന്നാണ് പുള്ളി പറഞ്ഞത്.
എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം നാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ത്യ എന്നത് വ്യത്യസ്തതകളുടെ നാടാണ് എന്നത് അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 103-ാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്ക് എതിരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ നിയമം പിൻവലിക്കണം. അവിടെ ഞങ്ങൾ പാവപ്പെട്ട കുറേ പേർക്ക് കുറേ ജോലി കിട്ടുന്നതിനാണ് ഞങ്ങളെല്ലാം എതിരാണെന്ന് ഇപ്പോൾ അവർ പ്രചരിക്കും. പാവപ്പെട്ടവർക്ക് ജോലി കിട്ടുന്നത് നമ്മളാരും എതിരല്ല. അവർക്ക് ജോലി കിട്ടുമോ, ജോലി മേടിക്കുമോ, അവർക്ക് പഠിക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, ഇതിനൊന്നും നമ്മളെതിരല്ല. അവർക്ക് ഇതിന് സംവരണം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവാത്തത്. സംവരണത്തിൻ്റെ ലോജിക് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഈ വ്യത്യസ്തതകൾ ഉൾക്കൊള്ളാനുള്ള ഒരു ഭരണഘടനാ സംവിധാനമാണ്. അതിനകത്ത് പാവപ്പെട്ട മനുഷ്യരെ എന്ന നിലക്ക് ഈ സംവരണത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഭരണഘടനയുടെ താല്പര്യത്തിനെതിരാണെന്നുള്ളതാണ് നമ്മൾ ബേസിക്കായി ഉന്നയിക്കുന്ന ഒരു വിമർശനം. അതുകൊണ്ട് ഭരണഘടനയുടെ താല്പര്യങ്ങൾക്കെതിരാണ്. അത് നമ്മുടെ ഡൈവേഴ്സിറ്റിയെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ സംവരണം സ്വയം സംവഹിക്കുന്ന ഒരു രാഷ്ട്രീയമെന്നത് ഇന്ത്യ വ്യത്യസ്തതകളുടെ നാടാണെന്നും ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ജനാധിപത്യവും നീതിയും ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന ഭരണഘടനയുടെ ദർശനത്തെയാണ് ഈ സംവരണ അട്ടിമറിയിലൂടെ ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. പിന്നെ സംവരണത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തതകളുടെ സഹവർത്തിത്വത്തെ ഭരണഘടനാപരമായി സ്ഥാപിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് സംവരണത്തിൻ്റെ രാഷ്ട്രീയമെന്ന് നമ്മൾ പറയണം. തിരിച്ച് സംവരണ വിരുദ്ധതയുടെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കാതിരിക്കുകയും നമ്മളെല്ലാവരും ഈ രാഷ്ട്രത്തിലെ പൗരന്മാരല്ലേ, പിന്നെ എന്താ പ്രശ്നമാണ് ചോദിക്കണം. നമ്മൾ ഈ രാഷ്ട്രത്തിലെ തുല്യ പൗരന്മാരല്ലേ, പിന്നെ എന്താ പ്രശ്നം? പട്ടികജാതിക്കാർക്ക് എന്താ പ്രശ്നം? പിന്നോക്കക്കാർക്ക് എന്താ? നമ്മളെല്ലാം തുല്യരല്ലേ? ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെല്ലാം തുല്യരാണെന്ന്, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നമായി ചോദിക്കണം. കേരളത്തിലൊരു ഭീകരനായൊരു യുക്തിവാദിയുണ്ട്. പുള്ളി പറയുന്നൊരു കാര്യമാണ്. പുള്ളി പറയണതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തുല്യരാണെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, പിന്നെ തന്നെ പ്രശ്നമായി. അപ്പോൾ ഈ ഭരണഘടന തന്നെയാണല്ലോ അയിത്തം നിരോധിച്ചത്, അതെന്നാന്ന് പുള്ളി പറയുന്നില്ല. അതിനെക്കുറിച്ച് പുള്ളി ഒന്നും പറയുന്നില്ല. ഈ ഭരണഘടന നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞാൽ അതേ ഭരണഘടനയിൽ തന്നെയാണ് അയിത്തം നിരോധിക്കുന്ന വകുപ്പും ഉള്ളതെന്ന കാര്യം അതിപ്രഗത്ഭനായ മനുഷ്യന് മനസ്സിലാവുന്നേയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സംവരണ വിരുദ്ധത എന്നത് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ സംവരണത്തിനോടുള്ള വിരോധം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ജോലിയെല്ലാം തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു കാര്യമല്ല. അത് നമ്മുടെ പൊതുബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പൊതുബോധമാണ്. ഈ 70കളിലെയും 80കളിലൊക്കെ കേരളത്തിൽ പുറത്തു വന്ന സിനിമകളും നോവലുകളും ചെറുകഥകളും ഒക്കെ ഈ ദളിതർക്കിടയിൽ നിന്നും സംവരണത്തിലൂടെ ജോലി കിട്ടി കുറച്ചൊരു മെച്ചപ്പെട്ട ജീവിതം നയിച്ച മനുഷ്യരോടുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു. ഒരു സംശയം വേണ്ടാത്ത കാര്യമാണ് പത്മരാജൻ അടക്കമുള്ളവരുടെ സിനിമകൾ, ഒരു സംശയം വേണ്ട. ഇവിടുത്തെ നായർ യുവാക്കളുടെ പ്രതിസന്ധികളും നായർ യുവാക്കളുടെ വിഷാദങ്ങളുമാണ് അവർ സിനിമയാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ശത്രുപക്ഷത്തെപ്പോഴും നിന്നത് ഈ സംവരണീയരാണ്. അതുകൊണ്ട് സംവരണം മേടിക്കുന്നവരെല്ലാം കുറ്റവാളികളാണെന്നുള്ളൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. സംവരണം മേടിക്കുന്നവരെല്ലാം കുറ്റവാളികൾ. അപ്പം നമ്മൾ ചെന്ന് ഈ സംവരണീയരായവരോട് ചെന്ന് ചോദിച്ചാൽ മതി, അവരും പറയും എനിക്കിതൊക്കെയാണ് ഇത് സാമ്പത്തിക സംവരണം ഇഷ്ടം കേട്ടോ എന്ന് പറഞ്ഞാൽ. ഇത് ഈ വർഗ സമൂഹത്തിൽ ജീവിക്കണ്ടേ, അതുകൊണ്ട് എനിക്കും ഇഷ്ടം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ സംവരണ വിരുദ്ധത യഥാർത്ഥം നമ്മുടെ ജാതിബോധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. സംവരണത്തിനെതിരായ വികാരമാണ്. ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് ഒരു നമ്പൂരി വീട്ടിലെ മോഹൻലാലാണ് കഥാപാത്രം. പുള്ളി എന്തോ വാഴക്കൊല മോഷ്ടിച്ചിട്ടുണ്ട്. ആ വാഴക്കൊല ഉടനെ അച്ഛൻ നമ്പൂതിരി മകൻ നമ്പൂതിരിയെ വഴക്ക് പറഞ്ഞിട്ട് വാഴക്കൊല എടുത്ത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവുക. പുള്ളിയെ സത്യസന്ധതയാണ്. അപ്പോൾ വാഴക്കൊലയുടെ അങ്ങ് പോവുക. അതായത് പുള്ളി ഇങ്ങനെ നടന്നു പോവുക, റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ 2ാം നില ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുക. അവിടെ ഒന്ന് പാട്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. താഴെ നമ്പൂരി നടന്നു പോകുന്നു, മുകളിൽ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കും. ആരോട്? ഈ നടന്നു പോകുന്ന നമ്പൂരിയോടോ. ഇതാ കാണിയിലേക്ക് വരുന്നൊരു ഇമേജ് അതാ, ഈ നടന്നു പോകുന്ന പാവപ്പെട്ട പട്ടിണിക്കാരനായ നമ്പൂരിയോടോ. ഇവനെന്നെ പ്രാന്തായി പറയുന്ന കാണികളിലേക്ക് ആ സംഗതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് സംവരണം തത്വം തന്നെ മെറിറ്റിനെ അട്ടിമറിക്കുന്നതാണ്. അത് ശേഷിയില്ലാത്തവരുടെ കാര്യമാണ്. ഇത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ പ്രഗത്ഭരാണ്.
നെഹ്റു അടക്കം ഈ അഭിപ്രായമുള്ളവരായിരുന്നു. നെഹ്റു അടക്കം ഈ അഭിപ്രായമുള്ളവരായിരുന്നു. EMSനും ഈ അഭിപ്രായം ഉണ്ടായിരുന്നു. EMS 57 പറഞ്ഞെങ്കിൽ 62 നെഹ്റു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നെഹ്റു പറഞ്ഞ കാര്യം ഇതായിരുന്നു. മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തിൽ പറഞ്ഞു, പടിപടിയായി സംവരണത്തെ സാമ്പത്തിക മാനദണ്ഡത്തിൽ കൊണ്ടുവരണം, അല്ലെ നമ്മുടെ മെറിറ്റ്, രാഷ്ട്രത്തിൻ്റെ മെറിറ്റ് തകർന്നു പോകുന്നു. ഈ മെറിറ്റിന് വേറൊരു വാദമാണ്. നമ്മുടെ സംവരണ വിരുദ്ധർ മുഴുവൻ പറയുന്നത് ഈ മെറിറ്റ് വാദം. സംവരണത്തിന് മെറിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സമ്മതിക്കണമെന്ന് ഈ സംവരണം പറയുന്നുള്ളൂ. എൻ്റെ മകൻ പഠിച്ച് ജയിച്ചു വന്നാലും നീ അഡ്മിഷൻ കൊടുക്കില്ല, അതുകൊണ്ട് 100 പേരെ എടുക്കുമ്പം 10 പട്ടികക്കാരെ എടുത്തോന്നുള്ള വ്യവസ്ഥ മാത്രമേ സംവരണത്തിലുള്ളൂ. അത് മെറിറ്റ് അവൻ എഴുതുന്ന, ഇവിടുത്തെ ബ്രാഹ്മണ കുട്ടി എഴുതുന്ന ചോദ്യക്കടലാസിന് തന്നെയാണ് ദളിത് കുട്ടി ഉത്തരം എഴുതുന്നത്. വേറെ ചോദ്യക്കടലാസൊന്നുമില്ല അതിന്. പട്ടികക്കാർ അവൻ 3 വേറൊരു ചോദ്യപേപ്പർ കൊടുത്തേക്കാം, അങ്ങനൊന്നുമില്ല. പൊതുപരീക്ഷയല്ല അവർ ജയിക്കുന്നത്. അങ്ങനെ ജയിച്ചു വന്നാലും നിങ്ങൾ സമ്മതിക്കില്ല. അവിടെയാണ് സംവരണം ആവശ്യമായി വരുന്നത്. അവിടെയാണ് ഇതിന് മെറിറ്റുമായിട്ട് യാതൊരു, ഇതിന് നീതിയുമായിട്ടാണ്, ജസ്റ്റിസുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും അത് മെറിറ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഈ മെറിറ്റിനെ കുറിച്ച് ഒരു നെഹ്റുവിൻ്റെ പിന്മുറക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തന്നെ സംവരണം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഈ കേരളവും തമിഴ്നാടും ഒക്കെ. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് 19 കൊല്ലം മുമ്പേ, കഴിഞ്ഞ 9ാം നൂറ്റാണ്ടിൽ പല രൂപങ്ങളുള്ള സംവരണം നിലനിന്ന സ്ഥലമാണ് ഈ കേരളവും തമിഴ്നാടും. ഈ കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പ് ഒരു കണക്ക് പുറത്തു വന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മെറിറ്റോറിയസ് ആയിട്ടുള്ള ഗവർണൻസ് നടത്തുന്ന 2 സംസ്ഥാനങ്ങൾ തമിഴ്നാടും കേരളവുമാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് തകർന്നു പോകണമല്ലോ. ഈ മെറിറ്റിനെ ഇല്ലാതാക്കുമെങ്കിൽ 150 കൊല്ലമായി സംവരണമുള്ള കേരളം എങ്ങനെയാണ് മെറിറ്റോറിയസ് ആയത്? തമിഴ്നാട് എങ്ങനെയാണ് മെറിറ്റോറിയസ് ആയത്? ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഈ നെഹ്റു ജനിച്ചു വളർന്ന UP-യിലും ബീഹാറിലും എന്താ ഭരണമുള്ളത്? അവിടെ മെറിറ്റുകാരാണല്ലോ ഇത്രയും കാലം ഭരിച്ചത്. അവിടെ മെറിറ്റുകാരല്ലേ ഭരിച്ചത്? എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടോ? മനുഷ്യന് മര്യാദ നടക്കാൻ വഴി പോലും ഇല്ലാത്ത സ്ഥലമാണ് അത്. ഇവർ പിന്നെ ഏത് മെറിറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്? ഇത് മെറിറ്റിൻ്റെ പ്രശ്നമല്ലത്, ഇത് നീതിയുടെ പ്രശ്നമാണ്. എല്ലാവർക്കും നീതി കിട്ടണം, അതിനൊരു ഭരണഘടനാ സംവിധാനം ഉണ്ടാക്കിയിരിക്കുക. അതല്ലാതെ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് ജോലി കൊടുക്കാനോ കുറച്ച് പേരെ സഹായിക്കാനോ ഉള്ളൊരു കാര്യമല്ല. ഇതിനെതിരെയുള്ള മനോഭാവം യഥാർത്ഥത്തിൽ ഈ കീഴ്ജാതി സമൂഹങ്ങളോടുള്ള വെറുപ്പിൻ്റെ ഒരു വലിയൊരു സംഗതിയാണ് സംവരണ വിരുദ്ധതയായി പുറത്തു വരുന്നത്. അപ്പം അഹങ്കാരമാണ്. അഹങ്കാരം ദളിതര ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര, പിന്നെ അവന് അഹങ്കാരം ഉണ്ടാകാതിരിക്കുമോ? ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലെ ബ്രാഞ്ച് മാനേജറാണ്, എനിക്ക് പിന്നെ അഹങ്കാരം ഉണ്ടായിരിക്കുമോ? എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടായാൽ എന്നാ കുഴപ്പം? എനിക്ക് മാത്രം അഹങ്കാരം പാടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ അഹങ്കരിച്ച് നടക്കുന്നതിനൊരു കുഴപ്പമില്ല. സംവരണത്തിലൂടെ വന്നുകൊണ്ട് ഞാൻ പഞ്ചഭാവമായി നടന്നോളെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എന്ത് വിചിത്രമായ വാദമാണെന്ന്. ഞാൻ സംവരണത്തിലൂടെ വന്നെന്ന് വിചാരിച്ചാൽ ഞാൻ ഇനി ലോകത്ത് മുഴുവൻ തുറന്ന് ജീവിക്കണം. സംവരണം എനിക്ക് തരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട. നിങ്ങൾ മാനവ മര്യാദയ്ക്ക് എന്നോട് പെരുമാറത്തതുകൊണ്ടാണ് എനിക്ക് സംവരണം വേണ്ടി വന്നത്. എന്നിട്ട് പിന്നെ ഞാൻ വന്നിട്ട് പിന്നെയും തൊഴിൽ നിന്നോ മാലാഖയെ പോലെ ജീവിച്ചോളെന്നാണ് പറയുന്നത്. സംവരണത്തിന് അങ്ങനെ വ്യവസ്ഥയൊന്നുമില്ല. സംവരണം ഒറ്റക്കാരുള്ളൂ, നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഇന്ത്യയിലെ സവർണൻ്റെ കയ്യിലിരിപ്പ് ആണ് സംവരണം എന്ന വ്യവസ്ഥ ഉണ്ടാക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോണം, അതല്ലാതെ ഞങ്ങളെ പുറത്ത് കെട്ടിവെക്കണ്ട. അപ്പം ഈ സംവരണം അത് മെറിറ്റുമായിട്ടല്ല, മറിച്ച് അത് ജസ്റ്റിസുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ പറയുന്ന ഈ കീഴ്ത്തട്ടിനോടുള്ളൊരു വിരോധം നമ്മുടെ ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിക്കകത്ത് ജീവിക്കുന്ന ഏതൊരാളും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾ BA ക്കാരും MA ക്കാരും ഒക്കെ ആയതുകൊണ്ട് നമുക്കത് വലിയ വിവരവും വെളിവൊക്കെ ഉണ്ടെന്ന്. ഇന്നത്തെ പത്രം നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ആന്ധ്രയിൽ 2 കുട്ടികളെ തലക്കടിച്ച് കൊന്നത് പ്രൊഫസറാ അപ്പൻ. മനസ്സിലായി? അമ്മയും വിദ്യാഭ്യാസമുള്ള ആളാണ്. തലക്കടിച്ച് പുള്ളി കൊല്ലുക മാത്രമല്ല, പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ നിൽക്ക്, രാത്രി 2 മണി വരെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഈ കുട്ടികൾക്ക് ജീവൻ ഉണ്ടാക്കി തിരിച്ചു തരാമെന്നാണ്. എന്ത് ഭ്രാന്തായിരിക്കും അയാൾക്ക്? അയാൾ ഏത് കോളേജിലാണ് പഠിച്ചത്? അയാൾ എന്തിനാണ് പഠിച്ചത്? അപ്പം വിദ്യാഭ്യാസമല്ല ഒരാളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്.
ഇവിടെ ശബരിമല സ്ത്രീകൾ കയറേണ്ട, ഞങ്ങളെ കയറ്റണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കുറേ സമരക്കാരുണ്ടായിരുന്നു. ഞങ്ങളെ കയറ്റണ്ടെന്ന്, കയറണമെന്ന് പറഞ്ഞല്ല, ഞങ്ങളെ കയറ്റണ്ട, ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങൾ ഈ പറഞ്ഞ മെൻസസ് ആകുന്ന ആ സമയത്ത് ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങളെ കയറ്റണ്ട എന്ന് വാശി പിടിച്ച് പ്രൊഫസർമാരാണ്, എൻജിനീയർമാർ, MSc-ക്കാർ, MEd-കാർ, PhD-ക്കാരൊക്കെയാണ് പ്രകടനം നടത്തുന്നത്. നാമ ജപ ഘോഷയാത്രയാണ്. ഇവരൊക്കെ എന്തിനാണ് പഠിച്ചത്? എന്നാത്തിനാണ് പഠിച്ചത്? വിദ്യാഭ്യാസമല്ല കാര്യം, മറിച്ച് ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന, ഒരു മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ധാർമ്മിക ബോധമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉറപ്പിച്ചു വയ്ക്കുന്നൊരു കാര്യം. അതുകൊണ്ട് ഗ്രേഡഡ് ഇനീക്വാളിറ്റിക്കകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു ഗ്രേഡഡ് ഇനീക്വാളിറ്റിയുടെ അതേ ഘടനയിലുള്ളൊരു ധാർമ്മിക ബോധമുള്ളത്. ആ ധാർമ്മിക ബോധം ഉള്ളതുകൊണ്ട് കീഴ്ത്തട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ ആരെയും അത് ബാധിക്കില്ല. ആദിവാസികളുടെ കുട്ടികൾ, കേരളത്തിലെ ആദിവാസികളുടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചു, പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു. ആ കേരളത്തിലേന്ന് പറയാതെ അട്ടപ്പാടി എന്ന് പറയാം. നിങ്ങളുണ്ട് കേട്ടിരിക്കുന്ന ആൾ പറയുന്ന, കേരളത്തിലേന്ന് പറയാതെ അട്ടപ്പാടി എന്ന് പറയാം. അട്ടപ്പാടി പോലും കേരളത്തിലല്ല, പുള്ളിയെ തോന്നി അട്ടപ്പാടി പുള്ളി ഉപേക്ഷിച്ചൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ആദിവാസിയുടെ കുട്ടി മരിച്ചാൽ നമുക്ക് വേദനയില്ല. മറിച്ച് കേരളത്തിലെ സവർണ സമൂഹങ്ങളിൽ നിന്നൊരാൾ, സമ്പന്ന സമൂഹങ്ങളിൽ നിന്നൊരാൾക്കൊരു അപകടമുണ്ടായാൽ നമ്മളെല്ലാവരും ആർത്തലച്ച് കരയും. ഈ സിനിമയൊക്കെ കാണുമ്പോൾ അങ്ങനെയാണല്ലോ. ഒരു വീട്ടിൽ 5-6 സ്ത്രീകളുണ്ടാവും, എല്ലാം വണ്ണമൊക്കെ ഉള്ള ആരോഗ്യമുള്ള സ്ത്രീകളായിരിക്കും. ഒരു ചെറുപ്പക്കാരൻ കാണും. ആ ചെറുപ്പക്കാരൻ രാവിലെ പോയി പടച്ചോറ് കൊണ്ടുവരുന്ന ആ ഭാഗത്താണ് തുടങ്ങുന്നത്, സിനിമ തുടങ്ങുന്നത്. പടച്ചോറായിട്ട് വരും അമ്പലത്തിൽ നിന്ന്. എന്നിട്ട് ഇതുങ്ങളെല്ലാം കൂടി കഴിക്കുക. നമുക്ക് സങ്കടം വരുമോ? ഇതുങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും. ഇവർക്കൊക്കെ കൂലിപ്പണിക്ക് പോയാൽ എന്താണെന്ന് നമുക്കെന്തുകൊണ്ടാണ് തോന്നാത്തത്? ഇവർ 6 പേര് കൂലിപ്പണിക്ക് പോയാൽ 6000 രൂപ ഒരു ദിവസം കിട്ടുമെന്ന്. അവർക്ക് സുഖമായിട്ട് ചിക്കനോ മട്ടനോ ഒക്കെ മേടിച്ച് തിന്ന് ജീവിക്കാം. പക്ഷെ നമുക്കങ്ങനെ തോന്നിയല്ല. ഇതേ സീൻ ഒരു ദളിതൻ്റെ വീട്ടിൽ കാണിക്കണം. നിങ്ങൾ ആ സിനിമ മുഴുവൻ കാണിയല്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടാക്കരുത്. ഒരു ദളിതൻ്റെ വീട്ടിൽ 5-6 കറുത്ത സ്ത്രീകളും ഒരുത്തൻ ഒരു കറുത്തവൻ ചെന്ന് പടച്ചോറുമായിട്ട് വരുന്ന കണ്ട അന്നേരം നിങ്ങൾ തിയേറ്റർ വിട്ട് പോകും. കാരണം ദാരിദ്ര്യം അവൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെന്ന് നമുക്കറിയാം. ഇതാണ് നമ്മളെ മുൻവിധിയുടെ ഒരു രൂപം. നമുക്കറിയാം ആ ദാരിദ്ര്യം അവർക്കുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഖേദിക്കേണ്ട കാര്യമില്ല, കരയേണ്ട കാര്യമില്ല. മറ്റേ ദാരിദ്ര്യം അത് പറ്റത്തില്ല. ഡോക്ടർ KS മാധവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഡിക്ലറേഷനുണ്ട്. കേരളത്തിൽ 2 തരം പാവപ്പെട്ടവരുണ്ട്. ഒന്ന് പണിയെടുത്ത് തലമുറകളായി പണിയെടുത്ത് പാവപ്പെട്ടവരായി പോയവർ. പിന്നെ തലമുറകളായി ഒരു പണിയും എടുക്കാതെ പാവപ്പെട്ടവരായിപ്പോയി. ആ കേരളത്തിൽ ഇവരൊക്കെ എങ്ങനെയാണേ പാവപ്പെട്ടവരെ ഇതൊന്നും പറഞ്ഞു തരണം. 75 വർഷത്തെ ചരിത്രം പറഞ്ഞാൽ മതിയല്ലോ. ഏക്കർ കണക്കിന് ഭൂമിയും കാര്യങ്ങളും സമ്പാദ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെങ്ങനെ ദരിദ്രരായതെന്ന് പറഞ്ഞു തന്നെ. ആ ഭൂപരിഷ്കരണമാണെന്ന് പറയും. എന്ത് ഭൂപരിഷ്കരണം? ഒരു വീട്ടിൽ 5 സ്റ്റാൻഡേർഡ് ഏക്കർ ഭൂമി കൊടുത്തിട്ടുള്ള ബാക്കി ഭൂമിയെ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പൈസയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പുട്ടടിച്ചിട്ട് ഇപ്പോൾ പാവപ്പെട്ടവരാണെന്ന് പറയാം. ഈ ഭൂമിയെല്ലാം വിറ്റ് തൊലച്ചതാണ് ഇവർ. ഞാൻ പറയുന്നത് ഈ 2 തരത്തിലുള്ള പാവപ്പെട്ടവരുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ ഒരിക്കലും പണിയെടുക്കാതെ പാവപ്പെട്ടവരായവർക്കാണ് ഈ 10% സംവരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഒരു കാര്യം കൂടി ഓർമ്മയിൽപ്പെടുത്തട്ടെ. ഈ 10% സംവരണം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേരള ഗവൺമെൻറ് വളരെ പെട്ടെന്ന് നടപ്പിലാക്കി. 10% സംവരണം കൊടുക്കണമെന്ന് ആ നിയമത്തിൽ എവിടെയും പറയുന്നില്ല. ആ നിയമത്തിൽ പറയുന്നത് അപ് ടു 10% എന്നാണ്. 10% വരെ മാക്സിമം എന്ന് പറഞ്ഞാൽ 5 കൊടുക്കാം, 4 കൊടുക്കാം, 3 കൊടുക്കാം, 2 കൊടുക്കാം, 9 കൊടുക്കാം, 10 കൊടുക്കാം. എങ്ങനെ വേണം കൊടുക്കാം? ഇതെങ്ങനെ തീരുമാനിക്കും? എത്ര ശതമാനം കൊടുക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും? എണ്ണം എടുക്കേണ്ടി വരും. ഈ പാവപ്പെട്ടവർ എണ്ണം എടുക്കണം. അവർ ജനസംഖ്യയിൽ എത്ര ശതമാനം ഉണ്ടെന്ന് തീരുമാനിക്കും. ആ ശതമാനം കൊടുക്കാവൂ. അല്ലാണ്ട് പിണറായി വിജയൻ അവിടെ വെറുതെ സെക്രട്ടേറിയറ്റ് കയറി ഇരുന്നിട്ട് 10% കൊടുക്കാമെന്ന് പറയുന്ന നല്ല നിയമം. ആ നിയമം തന്നെ റദ്ദ് ചെയ്യുന്ന അഭിപ്രായമുള്ളവരാണ് നമ്മൾ. പക്ഷെ ആ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും എന്തൊരു അതിക്രമം അവർ കാണിക്കുന്നത്? ഒരു കണക്കുമില്ല, ഒരു രേഖയില്ല. കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയുമില്ല സർക്കാരിൻ്റെ കയ്യിൽ. ഇന്ത്യൻ ഭരണഘടന പറയുന്നതിനാ ഏതെങ്കിലും വിഭാഗം പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ എന്തെങ്കിലും രേഖ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു മുൻവിധിയാണ്. ഞങ്ങൾ വർഷങ്ങളായി പറയുന്ന കാര്യമാണെന്നാണ് ഇടതുപക്ഷം പറഞ്ഞത്.
ഞങ്ങളല്ലേ അത് ചെയ്തെന്നാണ് BJP പറയുന്നത്. അത് ഞങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യുന്നതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സംവരണത്തെ അട്ടിമറിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കതിനകത്ത് അങ്ങനെ സങ്കടപ്പെടേണ്ടതായ യാതൊരു കാര്യമില്ല, വളരെ ആലോചിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഈ മുസ്ലിം ലീഗും OYC ഒഴികെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നത്? അതിലൊരു വിപ്ലവമുള്ളതല്ല, അതിനൊറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും നിയന്ത്രിക്കുന്ന തലച്ചോറ് ബ്രാഹ്മണൻ്റെ ആണെന്നുള്ളതാണ്. വേറെ ഒരു കാരണം അതിന് പറയാനില്ല. BSPയുടെ പോലും സതീഷ് ചന്ദ്ര മിശ്രയാണ്. പിന്നെ അവർക്ക് ഇതിനകത്ത് എന്താ സംശയം വരാൻ വഴിയുണ്ടോ? അവർക്ക് സംശയിക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികളെ കൂടെ അങ്ങനെ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഘടന തന്നെ പ്രധാനമാണെന്നാണ്. ഈ നേതൃത്വമെല്ലാം K. ബാലഗോപാൽ പണ്ട് പറഞ്ഞൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയിലെ മാവോയിസ്റ്റ് പാർട്ടിയുടെ നേതാവും ബ്രാഹ്മണനാണ്, RSSൻ്റെ നേതാവും ബ്രാഹ്മണനാണ്? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്താണതിൻ്റെ ഒരു സോഷ്യൽ മെക്കാനിസം? ആ ചോദ്യത്തിൽ തട്ടാതെ നമുക്ക് രാഷ്ട്രീയമായി ഇനിയൊന്നും പറയാൻ പറ്റില്ല. ആ ചോദ്യത്തിൽ മുട്ടാതെ ഇനി നമുക്ക് രാഷ്ട്രീയമായി ഒന്നും പറഞ്ഞ കഥയില്ല. ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നതിൽ കഥയില്ല, ഭരണാധികാരത്തെക്കുറിച്ച് പറയുന്നതിൽ കഥയില്ല. അപ്പോൾ ആ ഇക്വേഷൻ നമുക്കൊന്ന് പൊളിച്ചെഴുതേണ്ടി വരും. ആ പൊളിച്ചെഴുത്തിന് നമ്മൾ മുറുകെ പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമെന്ന നിലയ്ക്കാണ് സംവരണത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടത്. അതല്ലാതെ കേവലമായ ഒരു ആനുകൂല്യത്തിൻ്റെ പ്രശ്നമായിട്ടല്ല. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിർത്താൻ, ജനാധിപത്യത്തെ വിപുലപ്പെടുത്തുവാൻ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട പ്രധാന തത്വങ്ങളിലൊന്നാണ് സംവരണം എന്ന് നമ്മൾ പറയേണ്ടത്. വട്ടമേശ സമ്മേളനത്തിന് ശേഷം ഗാന്ധിയോട് അംബേദ്കർ പറഞ്ഞു, ഗാന്ധി, എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന്. 30-32 കാലത്താണ് വട്ടമേശ സമ്മേളനം. 16-17 വർഷത്തിന് ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയി ഇരുന്നു കൊണ്ട് അതിൻ്റെ ആമുഖം തയ്യാറാക്കുമ്പോൾ അതിലാദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നായിരുന്നു. ഇന്ത്യക്കാരായ നമ്മൾ എന്നാണ്. ഒരു മാതൃരാജ്യമില്ലാത്ത ബോധ്യത്തിൽ നിന്നും ഇന്ത്യക്കാരായ നമ്മൾ എന്ന ബോധ്യത്തിലേക്കുള്ളൊരു വളർച്ച കൂടിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളർച്ച നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് ഒഴിവാക്കാനാവാത്ത അവകാശങ്ങളുടെ വലിയൊരു ശൃംഖലയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഭരണഘടനയെ അട്ടിമറിക്കുവാനും ദുർബലപ്പെടുത്തുവാനും അല്ല പ്രധാനപ്പെട്ട സംവരണമടക്കമുള്ള തത്വങ്ങളെ അട്ടിമറിക്കുവാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലമായി നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ആനുകൂല്യത്തിൻ്റെയോ ഭരണഘടനാ സംരക്ഷണത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ജനാധിപത്യ ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ സംവരണമെന്ന് പറയുന്ന ഈ ഭരണഘടനാ തത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മൾ പൗരന്മാർ, ഇന്ത്യയിലെ പൗരന്മാർ, ജനാധിപത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെയുള്ള സംവരണ വിരുദ്ധമായ എല്ലാ കള്ളക്കഥകളും അടിസ്ഥാനപരമായി ഈ ഘടന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ മാത്രം ഭരിക്കുന്ന വിചിത്രമായ ഈ സമൂഹഘടനയെ ഇങ്ങനെ തന്നെ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. മറിച്ച് സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും കടന്നു കയറുവാനും പങ്കാളികളാകാനും പറ്റുന്നൊരു ജനാധിപത്യ ഭരണക്രമവും ജീവിതക്രമവും ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സംവരണം, ന്യൂനപക്ഷാവകാശം തുടങ്ങിയ പ്രധാനപ്പെട്ട അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുക അവരുടെ രാഷ്ട്രീയമായ ഒരു കടമയാണ്. സംവരണം സ്വയം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയവും സംവരണ വിരുദ്ധർ മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും വേർതിരിച്ച് കാണുവാനും സംവരണം മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തെ ഉയർത്തിപ്പിടിക്കുവാനാണ് നമുക്ക് കഴിയേണ്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ടെടുക്കേണ്ടത്. 85% ഞങ്ങളാണെന്നാണ് രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷം ഞങ്ങൾ 85% ഉണ്ടെന്നാണ്, ഞങ്ങളെ തൊടാൻ പറ്റുകയെന്ന് പറഞ്ഞു. തൊടാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷെ നമ്മളറിയാം ഈ 85% ഒരുമിച്ച് കൂടില്ല എന്നുറപ്പിക്കുന്നിടത്താണ് മറ്റവരുടെ വിജയം കിടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ 85% ഒരു കാരണവശാലും ഒരുമിച്ച് കൂടില്ല എന്ന് ഉറപ്പിക്കുക ചെയ്യുന്നത്. ആ ഉറപ്പിക്കലിനെയാണ് നമ്മൾ ദുർബലപ്പെടുത്തി വിശാലമായ സാഹോദര്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗം, നമ്മുടെ എണ്ണം പറഞ്ഞല്ല, പുതിയ രാഷ്ട്രീയം പറഞ്ഞു. നമ്മൾ 85% ഉണ്ടെന്ന് പറഞ്ഞല്ല,
പുതിയ രാഷ്ട്രീയം പറഞ്ഞു, ജനാധിപത്യത്തെക്കുറിച്ചുള്ള പുതിയ ഭാവന പറഞ്ഞു. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിർത്താനുള്ള നമ്മുടെ ഭാവനകൾ പങ്കുവച്ചു. കണ്ണൻ ഗോപിനാഥ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനുണ്ട്, രാജിവെച്ച. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ RSSകാരെയും BJPക്കാരെയും ഒന്നും വിമർശിക്കാനോ വഴക്ക് പറയാനോ നിൽക്കുന്നില്ല. അവർ 1925 ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. 90 വർഷമായപ്പം അവർ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി. നിങ്ങൾ അല്ല, നമ്മൾ എന്ത് തരം ഇന്ത്യയെ നിർമ്മിക്കാനാണ് ഇത്രയും കാലം പരിശ്രമിച്ചത് എന്ന ചോദ്യമാണ് സ്വയം ചോദിക്കേണ്ടത്. മറ്റുള്ളവർ വഴക്ക് പറയുക മാത്രമല്ല, നമ്മൾ എന്ത് തരം ഇന്ത്യയെ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. RSS രൂപം കൊള്ളുന്നതിനും 6 വർഷം മുമ്പ് 1919 ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ BR അംബേദ്കർ 1919 തുടങ്ങിയ പ്രായോഗിക പ്രവർത്തനങ്ങളാണ് ഇനിയും എങ്ങുമെത്താതെ നിൽക്കുന്നത് എന്നിവിടെ നമ്മൾ കാണണം. അംബേദ്കർ മാത്രമല്ല, നിരവധി മനുഷ്യരുടെ. അതുകൊണ്ട് നമ്മൾ എന്ത് തരം ഇന്ത്യയെ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് വിശാലമായ അർത്ഥത്തിൽ ഒരു ഉത്തരമുണ്ടാവുകയും ആ ഉത്തരത്തിലേക്ക് മനുഷ്യരെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പുതിയൊരു പ്രവർത്തന പാന്താവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് തുറക്കേണ്ടതുണ്ട്. ഈ ഫാസിസ്റ്റ് കാലഘട്ടത്തിൽ അതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ സംവരണ നിയമമായി പോയതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. നമുക്ക് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് നമുക്ക് തിരുത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വേറൊരു ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് പറയണമെന്ന്, അതിനുള്ളൊരു ആത്മധൈര്യം നമ്മൾ കാണിക്കണം. മോഡിക്ക് പകരം ഞങ്ങൾ മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാക്കും എന്ന് പറയാൻ നമുക്കെന്തുകൊണ്ട് കഴിയാത്തത്? നമ്മൾ പിന്നെ ആരെ നന്നാക്കുന്ന കാര്യം പറയുന്നത്? അങ്ങനെ തന്നെ പറയാൻ പറ്റും. പ്രധാനമന്ത്രി നാളെ ഉണ്ടാക്കുമോ നാളെ കഴിഞ്ഞ് ഉണ്ടാക്കുമോ എന്നുള്ളതല്ല കാര്യം. നിങ്ങൾക്കറിയാമോ, 25 പേര് കൂടി പൂനെയിൽ ഉണ്ടാക്കിയൊരു ഭാവനയാണ് ഈ അമിത്ഷായിലൂടെയും മോഡിയിലൂടെ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അർപ്പണ ബുദ്ധിയോടുകൂടി, കൃത്യമായ ബോധ്യത്തോടുകൂടി, വിശാലമായൊരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ജനസഞ്ചയങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റത്തിനാണ് ഇന്ത്യ ഇനി പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ഓരോ പരിശ്രമവും അതിനുവേണ്ടിയുള്ളതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നത്. മറ്റുള്ള എല്ലാ കുപ്രചരണങ്ങളെയും വളരെ വലിയ നുണകളാണ്. മുസ്ലിങ്ങളെക്കുറിച്ച്, ദളിതരെക്കുറിച്ച്, സംവരണത്തെക്കുറിച്ച്, ചരിത്ര സംഭവങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കരുമാടിക്കുട്ടനുണ്ട്, കരുമാടിയിലൊരു ബുദ്ധപ്രതിമയുണ്ട്. ഒരു വശം പോയതാ, ഒരു വശം പോയതാ. ടിപ്പു വന്നപ്പം വെട്ടിക്കളഞ്ഞാന്നാണ് അവിടെ പറയണേ. ഒന്ന് ഓർക്കണം, പുള്ളി അവിടെ ഇവിടം വരെ വന്ന് ഇവിടെ വെള്ളപ്പൊക്കമായപ്പോൾ തിരിച്ചു പോയൊരു മനുഷ്യനാണ്. പുള്ളി അവിടെ കുട്ടനാട്ടിൽ വന്ന് ആ പ്രതിമ തല്ലിപ്പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞു. ഇതുപോലുള്ള നുണക്കഥകൾ, ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ, ഇതിനെല്ലാം ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കൂടി കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ചെറിയ കാര്യമില്ല. ശരിക്കും ഭീതിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. ഞാൻ LIC ജോലി ചെയ്യുന്ന ഒരാളാണ്, അപ്പോഴുണ്ട് ജോലി. അപ്പം ഞാനൊക്കെ 90-ൽ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാവരും ഇടതുപക്ഷക്കാരാണ് അതിനകത്തുള്ളവർ. ഇപ്പം മിക്കവാറും എല്ലാവരും BJPക്കാരാണ്. എല്ലാവരും BJPക്കാരാണ്. ഇടതുപക്ഷ യൂണിയനിലൊക്കെ ആയിരിക്കും, പക്ഷേ വോട്ട് താമരയ്ക്ക് അവർ കുത്തുള്ളൂ. ഭീതിജനകമാണ് നമ്മുടെ അന്തരീക്ഷം. എന്ത് പറഞ്ഞാലും ജനം വിശ്വാസത്തിലെടുക്കും എന്ന നിലക്കാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ കർഷകരുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയോ? അദാനിയും അംബാനിയും അല്ലാത്ത കുത്തകകൾക്ക് വേണ്ടിയാണ് ഇവർ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞത്. അവിടെ നമ്മളാരും ആ സമരത്തിന് പോകേണ്ടതില്ല. കുത്തകകൾ തമ്മിലുള്ളൊരു മത്സരമാണ് നടക്കുന്നത് അവർ. ഇതിങ്ങനെ ഏത് തരത്തിലുള്ള സാമൂഹികമായ ഉണർവുകളുണ്ടായാലും അതിനെ അപകടപ്പെടുത്തുന്ന ദുഷ്പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ശക്തിപ്പെടുകയും അത് ജനം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജനം വിശ്വസിക്കുന്നുണ്ടത്. ഈ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഈ പുള്ളി എന്തോ വലിയ പ്രഗത്ഭനാണെന്നാണ് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ലോകത്തിന് മനസ്സിലായത് ഇവനൊരു പൊട്ടനാണെന്ന് മനസ്സിലായത്. യാതൊരു വിവരമുള്ളവനല്ലെന്നും ഒരു അന്തസ്സുള്ളവനല്ലെന്നും
അവിടെ ചടങ്ങിന് പോലും നിൽക്കാതെ, ബൈഡൻ്റെ ചടങ്ങിന് പോലും നിൽക്കാതെ പുള്ളി വിമാനം കയറി പോയെന്നാണ് പറഞ്ഞത്. അയാൾ എന്തൊരു നീചനായൊരു മനുഷ്യനായിരിക്കും, എത്ര കോമാളിയായ ഒരാളായിരിക്കും. ഇയാളാണ് അമേരിക്കൻ പ്രസിഡൻ്റായി 5 കൊല്ലം. ഒന്ന് ഓർത്ത് നോക്കി. ഇതേ അവസ്ഥയാണ്. മോഡിയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു ആ പുള്ളി. മോഡിയും പുള്ളി കൂടി ഇവിടെ കിടന്ന് നാടകങ്ങളിയായിരുന്നു. ഇവരുടെ പ്രാഗൽഭ്യമൊക്കെ വെറുതെ പറഞ്ഞ് പരത്തുന്ന പ്രാഗൽഭ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജനങ്ങൾക്കിടയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ കഴുകിക്കളയുവാനും കൂടുതൽ നീതിബോധമുള്ള മനുഷ്യരായി സ്വയം പരിവർത്തനപ്പെടുവാനും സമൂഹത്തെ പാകപ്പെടുത്തുകയും കൂടെ നിർത്തുകയും എല്ലാ വിഭാഗങ്ങളെയും ആത്മസഹോദരങ്ങളായി കാണുന്ന ഒരു പുതിയൊരു മനോഭാവത്തിലേക്ക് കൂടി സമൂഹത്തെ നമുക്ക് നയിക്കേണ്ടതുണ്ട്. അത്തരം മഹത്തായ പരിശ്രമമായി ഭാഗമായി നിങ്ങളുടെ ഈ പരിശ്രമത്തെ ഞാൻ കാണുന്നു. എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.